പടച്ചവനെ പനി പടരുന്നത് പോലെ ക്യാൻസർ പടർന്നുകൊണ്ടിരിക്കുന്ന കാലമാണോ? ഒരു വീട്ടിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ട്, ഒരു കുടുംബത്തിൽ ഒരു ക്യാൻസർ രോഗി, ഒരു കിഡ്നി രോഗി, ഒരു ലിവർ രോഗി, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നവർ, ഏതെങ്കിലും ഒരു രോഗി ഇന്ന് ഓരോ കുടുംബത്തിനും ഉണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഓടേണ്ടവർക്ക് ഓടാം, ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങാം, അഭിനയിക്കേണ്ടവർക്ക് അഭിനയിക്കാം, കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം. മോനെ കൊടുത്താ സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വരാനിരിക്കുന്ന അപകടമുണ്ടല്ലോ, ദുരന്തമുണ്ടല്ലോ, ഈമാനില്ലാത്ത മരണമുണ്ടല്ലോ, മാരകമായ രോഗങ്ങളുണ്ടല്ലോ, ഇതിനെ തട്ടിമാറ്റാൻ ലക്ഷങ്ങൾ വേണ്ടടോ, ലക്ഷങ്ങൾ ചെലവഴിക്കണ്ട. ഈ ബക്കറ്റിന്റെ അകത്ത് നിങ്ങൾ എന്തെങ്കിലും മനസ്സറിഞ്ഞു കൊണ്ടിട്ടാൽ അല്ലാഹു വിപത്തുകളെ തട്ടിമാറ്റുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, പലരും പറയുന്നുണ്ട് ഉസ്താദേ രോഗമാ രോഗമാ രോഗമാ, എന്ത് മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല, എന്ത് മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല. സങ്കടം പറയുന്ന ഉമ്മമാരെ, നിന്റെ വേദന മാറണോ, നിന്റെ രോഗം മാറണോ, നിന്റെ സങ്കടം മാറണോ? പൈസ ചെലവില്ലാത്ത ഒരു മരുന്ന് പറഞ്ഞു തരാ. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണ്ട, ഡോക്ടറെ കാണണ്ട, നിങ്ങളുടെ രോഗം മാറാൻ വിധങ്ങൾ ഒരു മരുന്ന് പറയുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. സദഖ കൊടുത്ത് ചികിത്സിക്കുമോ? അതുകൊണ്ടാണ് ക്യാൻസറിന്റെ ഇപ്പം ബക്കറ്റ് മുമ്പിൽ വന്ന് നോക്കട്ടെ, 5 പൈസ കൊടുക്കൂല, മസില് പിടിച്ചിരിക്കുകയാണ്. ശരീരത്തിലൊരു മുഴ വന്നോ, ഡോക്ടർമാര് പറഞ്ഞു സർജറി ചെയ്യണം, ഇത് ക്യാൻസറിന്റെ ടെസ്റ്റിന് അയക്കണം. കൊടുക്കത്തില്ലേ നിങ്ങൾക്ക്? പണികൾക്കും പാപങ്ങൾക്കും യതീമീങ്ങൾക്കും കൊടുക്കാൻ തയ്യാറാകില്ലേ? നിങ്ങളെ കൊടുക്കുമോള് അല്ലാഹുവേ ദീനിന് വേണ്ടിയാണല്ലോ, നല്ല ലക്ഷ്യത്തിന് വേണ്ടിയാണല്ലോ. സംഘാടകർ ഇങ്ങനെ ഒരു പരിപാടി വെച്ചിരിക്കുകയാണ്. മജ്‌ലിസിനോട് പാരായണം ചെയ്തു, ദുആഇന്റെ സമയമാ. അതുകൊണ്ട് മനസ്സറിഞ്ഞു കൊണ്ടൊരു സദഖ കൊടുക്കൂ. ആരോട് പറയണം? പടച്ചവനെ, ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, കിഡ്നി രോഗം പോലെ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിനുണ്ടോ? ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ കരിച്ചു കളയണേ അല്ലാഹ്. അങ്ങനെ ഒരു നല്ല നിയ്യത്തോടു കൂടി ഞാൻ സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാൽ മാറാത്ത ഒരു രോഗവും എനിക്കോ എന്റെ കുടുംബത്തിനോ തരല്ലേ അല്ലാഹ്. നല്ല നിയ്യത്തോടെ ഒരു സദഖ എടുക്ക്. സംഘാടകരൊന്നും കാണുന്നില്ലല്ലോ, ബക്കറ്റിന്റെ ഉണ്ടോ? എടുത്തോളാം. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു മലക്ക് സാക്ഷിയാ. തല ഉയർത്തി നോക്കിക്കോ, എന്റെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുകയാണ്. SKSSന്റെ പ്രവർത്തകർ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹു നമ്മതിൽ നിന്നൊരു അല്പമെടുത്ത് ബക്കറ്റിന്റെ അകത്തിട്ട തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് പറയുകയാ, ഉള്ളതിൽ പങ്കു കൊടുക്കുന്നതാ, ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. സുബ്ഹാനല്ല, പള്ളിയിലെ ഇമാമല്ല, ഉസ്താദന്മാരല്ല, ഹാഫിളീങ്ങളല്ല, ആലിമീങ്ങളല്ല, സയ്യിദന്മാരല്ല, നബിമാരല്ല. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അല്ലാഹുവിന്റെ കൽപ്പനകളെ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ അല്ലാഹ് എന്നല്ലാതെ വേറെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള മലക്ക് നിന്റെ തലയുടെ മുകളിൽ ദുആ ചെയ്യാൻ കാത്തു നിൽക്കുകയാ. അനുകൂലമാകുവാ, അനുകൂലമാകുക ചെറുപ്പക്കാര, തങ്ങളെ ഉള്ളതിൽ പങ്കു കൊടുത്തിട്ട് തങ്ങളുടെ ജീവിതം ഉണ്ടാക്കിയെടുക്കൂ. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ
സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് മേറാജ് നടന്ന രാത്രിയാ, മേറാജ് നടന്ന രാത്രിയാ, അത് സ്വപ്നമല്ലടോ, നബിതങ്ങളെ കിനാബ് കണ്ടതല്ല, അല്ലാഹുവിന്റെ റസൂല് പോയിട്ട് വന്നതാണ്. നബിതങ്ങളെ സ്വപ്നം കണ്ടതാണെന്ന് പറയുന്നവരുണ്ട്. അല്ലാഹു കാലം ചെയ്യുമാറാകട്ടെ. എടോ നബിതങ്ങൾ ഇത് കണ്ടിട്ട് വന്നപ്പോ പലരും ചോദിച്ചു, ബൈത്തുൽ മുഖദ്ദസിൽ പോയി പരിചയമുള്ളവര് ചോദിച്ചു, ബൈത്തുൽ മുഖദ്ദസിന്റെ അടയാളം ചോദിച്ചു നബിതങ്ങളോട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിൽ പോയവർക്കറിയാം, കഅബയിൽ പോയവനറിയാം, കഅബയിലെ ചില അടയാളങ്ങൾ മനസ്സിൽ ഓർമ്മയുണ്ട്. അപ്പൊ പോയി കണ്ടെന്ന് പറയുന്ന ഒരാളോട് ചോദിക്കുന്നത് പോലെ നബിതങ്ങളോട് ബൈത്തുൽ മുഖദ്ദസ് കണ്ട് നല്ല പരിചയമുള്ളവർ നബിതങ്ങളോട് ചോദിച്ചു, അതെവിടെയാണ് ഇരിക്കുന്നത്, ഇതെവിടെയായിരിക്കുന്നത്? നേരിട്ട് കണ്ടതുപോലെ തന്നെ നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു. ചിലര് വന്നിട്ട് ചോദിച്ചു, ഞങ്ങളുടെ ഒട്ടകക്കൂട്ടം എവിടെയാണ് നിൽക്കുന്നത്? നബിതങ്ങൾ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ ഒട്ടകക്കൂട്ടം, ഇന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് ഒട്ടകം മാത്രമേ ഉള്ളൂ. അത് നോക്കുന്ന ആൾക്കാർ ഒരു ഒട്ടകം നഷ്ടപ്പെട്ടു പോയി അതിനെ തെരഞ്ഞു നടക്കുകയാ. നബിതങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുത്തില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുത്തതല്ല. ഇവിടെ നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ പോയി നോക്കിക്കേ, ബൈത്തുൽ ബുറാഖ് എന്ന് പറയുന്ന, മസ്ജിദുൽ ബുറാഖ് എന്ന് പറയുന്ന ഒരു പള്ളി തന്നെ കാണാം ബൈത്തുൽ മുഖദ്ദസിൽ. നിങ്ങൾ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൽ ചെന്ന് നോക്ക്, പടിയൊക്കെ ഇറങ്ങി സ്റ്റെപ്പുകൾ ഇറങ്ങി അങ്ങ് താഴെ ഉൾഭാഗത്ത് ചെല്ലുമ്പോൾ ഒരു പള്ളി കാണാം, മസ്ജിദുൽ ബുറാഖ്. മസ്ജിദുൽ ബുറാഖ് എന്ന് പറയുന്ന ഒരു പള്ളി കാണാം. ആ പള്ളിയിൽ ഇങ്ങനെ ഒരു കൊളുത്ത് തൂക്കിയിട്ടിട്ടുണ്ട്. ആ പള്ളിയുടെ ഭിത്തിയിൽ ഒരു കൊളുത്ത് തൂക്കിയിട്ടിട്ടുണ്ട്. ആ കൊളുത്ത് എന്താണെന്ന് ചോദിച്ചാൽ പറയും, നബിതങ്ങൾ ബുറാഖ് കെട്ടിയിട്ടത് ഈ കൊളുത്തിലാണെന്നാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവര്, നിങ്ങളെല്ലാവരും ബൈത്തുൽ മുഖദ്ദസിന്റെ ഫോട്ടോ കാണുമ്പോ ഒരു സ്വർണ്ണ നിറമുള്ള ഒരു കുബ്ബ കാണാറില്ലേ? സത്യത്തിൽ അത് ബൈത്തുൽ മുഖദ്ദസ് അല്ല, അതല്ല ബൈത്തുൽ മുഖദ്ദസ്. ഒരു സ്വർണത്തിന്റെ നിറമുള്ള കുബ്ബ കാണാറുണ്ട്, അത് ബൈത്തുൽ മുഖദ്ദസ് അല്ല. അത് ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയല്ല, അതിനകത്തൊരു പാറയാണ്. അതിനകത്ത് നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീലും അല്ലാഹുവിനെ കാണാൻ ആകാശത്തേക്ക് ഉയർന്നു പോയത്. അല്ലാഹു ചെന്ന് കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ചെന്ന് സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറയടോ, ബൈത്തുൽ മുഖദ്ദസ് 3 പള്ളിയിൽ പോകാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചില്ലേ? 1 പരിശുദ്ധമായ കഅബാലയം, 2 മസ്ജിദുൻ നബവി, 3 ബൈത്തുൽ മുഖദ്ദസ്. അല്ലാഹു ചെന്ന് സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഞാൻ പോയി എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അതാണ് ഞാൻ ഇത്രയും വ്യക്തമായി പറയുന്നത്. ഞാൻ ആ കൊളുത്തിൽ വരെ പിടിച്ച ആളാ. അല്ലാഹു ഇനിയും പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്നിട്ടും എന്റെ പ്രിയപ്പെട്ടവരെ കളിയാക്കുകയാണ്. എടാ ചങ്ങാതി, നിനക്ക് നാളെ നോമ്പ് പിടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നോമ്പ് പിടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇങ്ങനെയുള്ള ദിവസം വരുമ്പോ നീർക്കോലികൾ വരും. നോമ്പുണ്ടോ? ഹദീസിലുണ്ടോ? ഖുർആനിലുണ്ടോ? എടാ ചങ്ങാതി, നാളെ വ്യാഴാഴ്ചയല്ലേ? വ്യാഴാഴ്ച നോമ്പ് പിടിക്കൽ സുന്നത്തല്ലേ? സംശയമുണ്ടോ? വ്യാഴാഴ്ച നോമ്പ് പിടിക്കൽ സുന്നത്താണോ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണം? സുന്നത്താണോ? മാസത്തിന്റെ അവസാനം 27, 28, 29 ഒക്കെ നോമ്പ് പിടിക്കൽ സുന്നത്താണോ? സുന്നത്താണ്. അപ്പൊ പിന്നെ ഈ നാളത്തെ നോമ്പ് നിനക്ക് നഷ്ടമാവില്ല. എന്തായാലും അൽഹംദുലില്ലാഹ്, നാളത്തെ നോമ്പ് പിടിച്ചാൽ വ്യാഴാഴ്ചയുടെ നോമ്പ്, മാസത്തിന്റെ അവസാനത്തെ നോമ്പ്, നിസ്കാരത്തിന്റെ വാർഷികത്തിന്റെ നോമ്പ്, അൽഹംദുലില്ലാഹ്, നബിതങ്ങളോടുള്ള മഹബ്ബത്തിന്റെ നോമ്പ്. അല്ലാഹു നമുക്ക് നോമ്പ് പിടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. വേണ്ടാത്തവൻ പിടിക്കണ്ടോ? നിർബന്ധമൊന്നുമില്ല, നിനക്ക് വേണമെങ്കിൽ പിടിച്ചാൽ മതി. എടാ ചങ്ങാതി, നീ എന്തിനാ ദ്രോഹിക്കാൻ പോകുന്നത്? പിടിക്കുന്നവന്റെ വായി കൈയിട്ടിട്ട് പറയാ പിടിക്കല്ലേ പിടിക്കല്ലേ പിടിക്കല്ലേ. അതാ നമുക്ക് വിഷമം. എടാ വേണ്ടവൻ വേണ്ടാത്തവനെ എന്തിനാ നീ പിഴപ്പിക്കാൻ പോകുന്ന? എന്തിനാ? എവിടെയാ ക്ലിപ്പ് തന്നെ അറിയത്തില്ല. ലൈവ് കൊണ്ട് അങ്ങനെ ഒരു ഉപകാരമാണ്. സത്യം പറഞ്ഞാൽ വഴുത് ലൈവ് ഇടാൻ പേടിയാണ്, വേറൊന്നുമല്ല. ഇവിടെ ചങ്ങായി ഇവർക്ക് പേടിയാ. എനിക്ക് പ്രസംഗം, ഞാൻ ഈ പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് 8 കൊല്ലം മുമ്പ് പ്രസംഗിച്ചു. ഇപ്പൊ എനിക്ക് 29 കേസുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറയട്ടോ. ഞാൻ പോയി പുട്ട് തിന്നട്ടെന്നല്ല, അകത്ത് കിടക്കട്ടെന്നല്ല. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒന്നും പറയാൻ പറ്റാത്ത കാലപാടോ, പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു നമ്മളൊക്കെ ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങളുടെ കൂട്ടുകാരാകണം നമ്മൾ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നബിതങ്ങളുടെ കൂട്ടുകാരാൻ ആഗ്രഹമുള്ളവരൊക്കെ കൈവരിക്കും. അള്ളാന്റെ റസൂലിന്റെ കൂട്ടുകാരാകാൻ ഒരു നന്മ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരാകാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ,
മഹാനായ റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി പറയുകയാണ്, ഒരിക്കൽ ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ യാത്ര പോവുകയാണ്. റബീഅ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ യാത്ര പോവുകയാണ്. പടച്ച റബ്ബേ, എന്റെ പ്രിയപ്പെട്ടവരെ നാം നിർത്തുകയാ. അള്ളയാരാണെന്ന് പഠിച്ചോ, അള്ളയാരാണെന്ന് പഠിക്കേ, നബിതങ്ങൾ ആരാണെന്ന് പഠിക്കൂ. അള്ളയാരാണെന്ന് പഠിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷപ്പെടാ. അതുകൊണ്ട് നിർത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ യാത്ര പോയിട്ട് ഒരു രാത്രിയിലെ നബിതങ്ങളോടൊപ്പം അതാ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ രാത്രിയിൽ കിടന്നുറങ്ങുകയാണ്. ഈ റബീഅ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നബിതങ്ങളുടെ റൂമിന്റെ വെളിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തിനാണ് നിൽക്കുന്നതെന്നറിയുമോ? അറിയാൻ നബിതങ്ങൾ രാത്രിയിൽ നിസ്കരിക്കാൻ എഴുന്നേക്കുമെന്ന്. നബിതങ്ങൾക്ക് വെള്ളം വേണമല്ലോ, തണുപ്പുള്ള രാത്രിയാണ്, പച്ചവെള്ളത്തിൽ ഒന്നുപെടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ നബിതങ്ങളുടെ റൂമിന്റെ വെളിയിൽ മാറിയിരുന്നിട്ട് അവിടെ നിന്ന് ചൂടുവെള്ളം തയ്യാറാക്കുകയാ. വെള്ളം തയ്യാറാക്കിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂമിന്റെ വാതിലിന്റെ മുമ്പിൽ വന്നിട്ട് ഈ റബീഅ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ വെളുപ്പാങ്കാലത്തെ മസ്രിയത്ത് നബിതങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോ ഈ റബീഅ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് ചൂടുവെള്ളം കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഇതാ നബിയെ ചൂടുവെള്ളം ഒതുവെടുക്കാൻ, ഇതാ നബിയെ ചൂടുവെള്ളം ഒതുവെടുക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, റബീഅ മോനെ നീ ഉറങ്ങിയില്ലേ? ഇല്ല നബിയെ, അങ്ങപ്പെടാണ് എഴുന്നേക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് വെള്ളവുമായിട്ട് ഞാൻ ഉറങ്ങാതെ ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു നബിയെ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു പോയടോ. എന്തൊരു സ്നേഹമാ അല്ലാഹ്, ഈ പൊന്നുമോൻ എന്നോട് എന്ത് സ്നേഹമാ അല്ലാഹ്. ഉറക്കമൊഴിഞ്ഞെന്റെ വീടിന്റെ എന്റെ റൂമിന്റെ വാതിലിന്റെ മുമ്പിൽ ഈ പൊന്നുമോൻ എന്നെ കാത്തു നിന്നല്ലോ അല്ലാഹ്. ഇവനെന്ത് പകരമാണ് കൊടുക്കേണ്ടത്? എന്താണ് റബ്ബേ പകരം കൊടുക്കേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഅ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ചോദിച്ചു, മോനെ നിനക്ക് എന്താണ് വേണ്ടത്? എന്താണ് വേണ്ടത്? എന്ത് വേണമെങ്കിലും നീ ചോദിക്കൂ, എന്ത് ചോദിച്ചാലും ഞാൻ തരാ. പറയുന്നത് നബിതങ്ങളാണ്, എന്ത് വേണമെങ്കിലും ചോദിക്ക്, ഞാൻ നിനക്ക് തരാ. റബീഅ എന്ന് പറയുന്ന സ്വഹാബി ആരാണെന്നറിയുമോ? പാവപ്പെട്ടവനാണോ, അസ്ഹാബുൽ സുഫിൽ പെട്ടവനാണ്, ഒരു നേരത്തെ അന്നം കഴിക്കാൻ വകയില്ലാത്തവനാണ്. ആ പാവപ്പെട്ടവനായ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, അസ്അലുക മുറാഫഖക ഫിൽ ജന്നാ യാ റസൂലല്ലാഹ്, എനിക്ക് സ്വർഗം വേണം നബിയേ, സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂട്ടുകാരനാകണം നബിയേ. സ്വർഗം വേണമെന്നല്ല പറയുന്നത്, സ്വർഗത്തിലും എനിക്ക് ഇതുപോലെ അങ്ങയുടെ കൂടെ നടക്കണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഔ ഖൈറ ദാലിക, വേറെ എന്തെങ്കിലും ചോദിക്ക്, വേറെ എന്തെങ്കിലും ചോദിക്ക്. സ്വർഗമല്ലാതെ വേറെ എന്തെങ്കിലും വേണോ? വേണ്ട നബിയേ, വേണ്ട നബിയേ, എനിക്ക് സ്വർഗമാണ് വേണ്ടത്. സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂട്ടുകാരനാകണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ എന്തും കൊടുക്കാമെന്ന് പറഞ്ഞതാണല്ലോ, നബിതങ്ങൾ പറഞ്ഞു തരാ. ഈ വാഴ കേൾക്കാമെന്നവരോട് റസൂലിന്റെ 27-ാം രാവിലെ ഈ രാത്രിയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, നിനക്ക് നബിതങ്ങളുടെ കൂട്ടുകാരനാകണോ? എവിടെയാ സ്വർഗത്തില്? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. നിങ്ങളെ സ്വർഗം വേണോ? അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാറു പലരുണ്ട്, കൈമുട്ടുവാൻ
ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലപ്പോഴും അതിനോട്. അതിലേക്കു നീയൊരു വാസുദ മന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. അല്ലാഹുവേ, കോടികൾ കൊടുത്താ കിട്ടാത്ത സ്വർഗത്തില് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനായി നടക്കണോടാ ചെറുപ്പക്കാരാ. മോഹമുണ്ടോ ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ മുത്തുനബിയുടെ കൂട്ടുകാരനാകണോ? ഇതില്ലേ പെങ്ങള് നബിതങ്ങളുടെ അയൽവാസിയാകാൻ ഇതില്ലേ ഉമ്മ? അതിനുള്ള വഴിയാണ് പറയുന്നത്. നബിതങ്ങൾ പറഞ്ഞു, ഞാൻ തരാം മോനെ, സ്വർഗത്തിൽ എന്റെ കൂടെ കൊണ്ടുപോകാ, നിന്നെ ഞാൻ കൊണ്ടുപോകാ സ്വർഗത്തില്. ഈ മെഹ്റാജിന്റെ രാത്രി ഒരുമിച്ച് കൂടിയവരോട് രണ്ട് സമ്മാനമാണ് നബിതങ്ങൾ തന്നത്. രണ്ട് സമ്മാനമാണ്. അല്ലാഹുവിനെ കണ്ടെത്തി തിരിച്ചു വന്നപ്പോ രണ്ട് സമ്മാനമാണ് നബിതങ്ങൾ കൊണ്ടുവന്നത്. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാ. ഈ രാത്രി വെറുതെയാകില്ല, ഈ രാത്രി വെറുതെയാകില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി എന്ന് പറയുന്ന സഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? റബിയാ അക്സിറു സുജൂദിനെ അധികരിപ്പിക്കണേ. നിസ്കരിക്കടാ മോനെ, നിസ്കരിക്കടാ മോനെ. അല്ലാഹുവേ, നിസ്കാരത്തിന്റെ വാർഷികമല്ലേ വാപ്പാ? ഇന്ന് നിസ്കാരത്തിന്റെ വാർഷികമല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വാർഷികം ആഘോഷിക്കുന്നവരല്ലേ? ഇത് നിസ്കാരത്തിന്റെ വാർഷികമാണോ? ഇന്ന് രാത്രിയിലാണ് ഇതുപോലെ ഒരു റജബ് 27 രാത്രിയിലാണ് 50 വഖത്ത് നിസ്കാരം അല്ല കൊടുത്തത്. ഒന്നല്ല, അഞ്ചല്ല, 50 വഖത്താ കൊടുത്തത്. ആ 50 വഖത്താണ് അവസാനം 5 വഖത്തായത്. 50 വഖത്ത് നിസ്കാരമാണ് അല്ല കൊടുത്തത്. അപ്പോഴാ ഇബ്രാഹിം നബി പറഞ്ഞു വിട്ടു, നമ്മുടെ സ്വഭാവം അറിയാം. 50 ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നേ? 50 ആണ് 5 വഖത്താക്കി തന്നത്. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ട് നിസ്കരിക്കുന്നുണ്ടോ? ഇല്ല. 50 വഖത്തല്ല 5 വഖത്താക്കി തന്നിട്ട് പോലും നമ്മളിപ്പം മടിയ. സുബഹി ഇശായി ഒന്ന് മാറ്റി കിട്ടിയിരുന്നെങ്കിൽ പടച്ചനല്ലേ, സുബഹി എങ്ങാനും ജമാക്കാൻ പറ്റുകയായിരുന്നെങ്കിൽ അത് തലയ്ക്ക് നിസ്കരിക്കാൻ നമുക്ക് വല്ലാത്ത മടിയ. അല്ലാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കരിക്കാൻ പറയരുത്, വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. നിസ്കരിക്കാൻ പറയുമ്പോ വലിയ ടെൻഷനും ബേജാറുവാ നമുക്ക്. എടാ ചങ്ങാതി, നിനക്ക് എന്തിനാ ഈ ടെൻഷൻ? ഞാൻ ചോദിക്കുന്നതാ, നിസ്കരിക്കാൻ എത്ര മടിയെന്ന് നിനക്കറിയോ? നിസ്കരിച്ച അല്ലാഹ് തരുന്ന പ്രതിഫലം അറിയോ? എടോ, നമുക്ക് അള്ളാഹു നിസ്കരിച്ചാൽ തരുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ ആ പള്ളിയുടെ മുറ്റത്ത് തന്നെ കിടന്നേനെ നമ്മളൊക്കെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. നമുക്കൊന്നിനും സമയമില്ല. ജോലിയാ, രാവും പകലും ജോലി. എന്തിനാ ജോലി ചെയ്യുന്നത്? എടാ, ഞാനും നിങ്ങളെ എന്തിനാ കഷ്ടപ്പെടുന്നത്? തിന്നാനല്ലേ? നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും 5 നേരം തിന്നാൻ കൊടുക്കണം. അതിനു വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്? അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതിനു വേണ്ടിയല്ലേ? അല്ലേ? ഭക്ഷണം കഴിക്കാനല്ലേ എല്ലാരും കഷ്ടപ്പെടുന്നേ? ആണോ? അല്ലേ? ആണോ? അല്ലേ? അതിന് നീ എന്തിനാ കഷ്ടപ്പെടുന്നത്? തിന്നാൻ വേണമെങ്കിൽ അല്ല പറഞ്ഞല്ലേ ഞാൻ തരാന്ന്. അല്ല പറയുന്ന ഭക്ഷണം ഞാൻ തരാൻ. ആർക്കാ ഭക്ഷണം വേണ്ട? ആർക്കാ കൈവെക്കുക? ഭക്ഷണം വേണ്ടവരൊക്കെ കൈവെക്കണോ? ഭക്ഷണം വേണ്ടവരെ കൈവെക്കുക. അള്ളാഹു പറയുന്നു ഞാൻ തരാം ഭക്ഷണം. അള്ളാഹുവെ ആരൊക്കെ കൈവെക്കുകയോ ഒന്ന് കൈവെക്കിക്കേ. വേണ്ടവരൊക്കെ കൈവെക്കുക. അള്ളാഹുവെ ഈ കൈവെക്കിയ ഒരു മനുഷ്യനും മരിക്കുന്നത് വരെ ഒരാളുടെ മുമ്പിൽ വ്യാജിക്കേണ്ട അവസ്ഥ വരുത്തല്ല അള്ളാഹ്. വീടിന്റെയും പള്ളിയുടെയും സംഘടനകളുടെ മുമ്പിൽ പോയിട്ട് കൈ നീട്ടിയിട്ട് യാചിക്കേണ്ട ഗതികേട് ഈ കൈപൊക്കിയ ഒരൊറ്റ മനുഷ്യനും കൊടുക്കല്ല റഹ്മാനെ. അവന് മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യമില്ലാത്ത ജീവിതം നീ കൊടുക്കണ റഹ്മാനെ. നീ സ്വർഗം കൊടുക്കണ പടച്ചവനെ. ആ കൈപൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാഹ്. അതിനും കൂടെ ആമീൻ പറ. നന്നാക്കണേ അല്ലാഹ്. ഞാൻ വല്ലതും ചോദിച്ചോ? പൈസ വല്ലതും ചോദിച്ചോ? എടാ, മരിക്കുന്ന കാലം വരെ തിന്നാൻ ഭക്ഷണം വേണമെന്ന് ചോദിച്ചപ്പോൾ മസിന് പിടിച്ചിരിക്കുക. ഇല്ല ഉസ്താദെ, ഞാൻ പിരിവെടുത്തോളാം. അല്ലാഹ് ആക്കുമാറാകട്ടെ. വേണ്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്.
ഇതാദ്യം പൊക്കിയിരുന്നെങ്കിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കണം. എന്തിനാ വെറുതെ ചെറുതെങ്ങനാ എന്താ വാപ്പ പറഞ്ഞ് മോനെ അധികം എടുത്തിട്ട് പോടാ, അവൻ അനങ്ങത്തില്ല, തലയ്ക്കൊന്നും കൊടുത്തിട്ട് കൊടുത്തോണ്ട് പോടാ, ഇപ്പൊ എടുത്തോണ്ട് വരാ. ചിലർക്കൊന്ന് കിട്ടിയാലേ നന്നാകത്തുള്ളൂ. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. കിട്ടിയിട്ടും നന്നാകാത്തവനെ നന്നാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾക്ക് ഭക്ഷണമല്ലേ വേണ്ടത്? അല്ല പറയുകയാ, ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ ഒരു കൊല്ലമല്ലടാ, നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും മരിക്കുന്നത് വരെ തിന്നാൻ ഞാൻ തരാം ഭക്ഷണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആര് തരും ഭക്ഷണം? ആര് തരും ഭക്ഷണം? ഉറക്കപ്പറ, ആര് തരും ഭക്ഷണം? മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ആര് തരും? അല്ല തരും. അള്ളാഹുവിന്റെ ഖുർആനാ പറഞ്ഞ, ഞാനല്ല. അല്ല പറയുന്നു, മരിക്കുന്ന കാലം വരെ ഞാൻ തരാം. ഹലാല് ഹറാമൊന്നും വേണ്ട. പലിശ കച്ചവടം നടത്തുകയോ കഞ്ചാവ് കച്ചവടം നടത്തുകയോ പിടിച്ചുപറിക്കോ ഒന്നും വേണ്ട. മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. പക്ഷെ ഒരു കാര്യം ചെയ്യണം, ഓസിന് കിട്ടില്ല, ഓസിന് ഞാൻ തരൂല്ല. ഒരേ ഒരു കാര്യം നീ ചെയ്യ്, മരിക്കുന്ന കാലം വരെ ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്യണമെന്നറിയോ? 5 നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാൽ മതി. മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്യണം? അത് പറയത്തില്ല. എന്ത് ചെയ്യണം? നിസ്കരിച്ച അള്ളാഹ് എന്ത് തരും? വിശ്വാസമില്ലേ? ഖുർആനി വിശ്വാസമുണ്ടോ? സൂറത്തു ത്വാഹ 132 ആയത്ത് പോയി ഓതി നോക്കിക്കും. വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുകുക. തെളിവ് പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? നിങ്ങൾ ആരെങ്കിലും ആണോ? നിങ്ങൾ ആരെങ്കിലും ആണോ? ഈ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ആണോ ഈ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത്? ഞാൻ ഉറപ്പിച്ചു പറയും, നിങ്ങൾ ആരുമല്ല. നിങ്ങളുടെ പള്ളിയിലെ ഖത്തീബ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആരാ? ആരാ? നിങ്ങൾ ഉള്ളത് പറയുക. എന്തൊരു ഭയം! ഇവിടെ നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആരാ? ഇവിടുത്തെ ഖത്തീബ് ആരാ? ഒന്നില്ല. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആരാ? ഞങ്ങൾ ഉസ്താദന്മാര്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അത് സംശയമുണ്ടോ? ഇത് സംശയമുണ്ടോ? ഉസ്താദ് പറയുന്നത് ഇറച്ചി വേണ്ടാന്നാ, കൊളസ്ട്രോൾ കൂടുതലാന്ന്. എടാ, എല്ലാ ദിവസവും നല്ല ഇറച്ചി, നല്ല കഷ്ണം മീന ഉസ്താദ്, ഐക്കൂറ ഉസ്താദ്. ഉസ്താദന്മാരെ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏറ്റവും കുറഞ്ഞ ശമ്പളം ആർക്കാ? ഉസ്താദെങ്ങാനും ചെന്ന കമ്മിറ്റിക്കാരനോട് ശമ്പളം ചോദിച്ച കമ്മിറ്റിക്കാരന്റെ കണ്ണ് തെള്ളുവാ. ഓന്റെ വീട്ടിൽ നിന്ന് എടുത്ത് തരുന്ന പോലെ ചില കമ്മിറ്റിക്കാർക്ക്. എടാ കിളയ്ക്കാൻ പോകുന്നവന് എത്ര ശമ്പളം? എത്രപ്പാ? 600 പണ്ട് ബംഗാളിക്ക് കൊടുക്കണം 1000 രൂപ. ഈ കാലത്തൊന്നും അല്ലേ? പണ്ടത്തെ കാര്യം, ഇപ്പോഴത്തെ കാര്യക്കണം. ഇപ്പൊ ബംഗാളിക്ക് കൊടുക്കണ, അന്യസംസ്ഥാന തൊഴിലാളി കൊടുക്കണ 1000 രൂപ. പള്ളിയിലെ ഖത്തീബിന്റെ ശമ്പളം എത്ര എന്നറിയാമോ? ആ ചങ്ങാതിക്ക് ആകെ മാസം കിട്ടുന്നത് 15000 രൂപയാണ്. അപ്പൊ ഒരു ദിവസം എത്ര ശമ്പളം ഉണ്ട്? നിങ്ങൾ ചിന്തിക്കണം, ഒരു ദിവസം എത്ര ഉണ്ട്? ഏറ്റവും കുറഞ്ഞ ശമ്പളം ഉസ്താദിന്. എന്നാ ഉസ്താദ് രാജാവിനെ പോലെ ജീവിക്കുന്നത്. ബാക്കി പൈസ ബാങ്കിൽ കൊണ്ടിടുന്നുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നീ തിന്നണ ചോറ് തന്നെയല്ലേ ഉസ്താദ് തിന്നണത്? എടാ, ഉസ്താദിന് കടയിൽ പോയ 2 രൂപയുടെ അരിയൊന്നും കിട്ടത്തില്ലല്ലോ. എടാ, ഉസ്താദന്മാർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്തിരിക്കുക. ഈ പെണ്ണുങ്ങളൊക്കെ നോക്കി, ഏതെങ്കിലും ഒരു ഉസ്താദ് പെണ്ണ് കാണാൻ വരുമ്പോ, അയ്യോ ഉസ്താദ് ഒന്നോ എനിക്ക് വേണ്ട, പട്ടിണിയാ, ചെറിയ ശമ്പളം, അയ്യോ ഫർദ ഇടണം, ഗൾഫുകാരനെ മതി. ഇപ്പൊ എങ്ങനെയുണ്ട്? എത്തിക്കാനേല. അള്ളാഹുമാറാകട്ടെ. ഉസ്താദന്മാരെന്നൊക്കെ പറഞ്ഞാൽ റേഞ്ച് മാറിപ്പോയി. പണ്ടത്തെ പോലെ ഒന്നല്ല. ഇപ്പൊ അടിപൊളി ജീവിതമാണ്. പള്ളിയിലെ പ്രസിഡന്റിന് വണ്ടിയില്ലെങ്കിലും ഖത്തീബിന് വണ്ടിയുണ്ട്. അത് അള്ള കൊടുക്കട്ടെ. ഇസ്സത്ത് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ അയാൾ നമ്മുടെ ചില കമ്മിറ്റിക്കാർ, ചില നാട്ടുകാർ പറയുന്നത്, ഓൻ ഇവിടെ വന്നതിന് ശേഷം അങ്ങ് വളർന്നു പോയെന്ന് പറയണേ. അതൊന്നുമല്ല, അള്ള കൊടുക്കുന്നതാണ്. അള്ള കൊടുക്കണം. ഇപ്പൊ പത്തനാപുരത്ത് കിടന്ന ഞാനാ. എനിക്ക് ഇന്നലെ സുള്ളിയത്ത്, ഉച്ചയ്ക്ക് നാദാപുരത്ത്, ഇന്ന് എനിക്ക് നണ്ടിപ്പുറത്തെ വീട്ടില്, നാളെ എന്റെ വീട്ടിലാ. എനിക്കല്ല ഓരോ ദിവസവും എന്റെ കൂടെ നടക്കുന്ന ലത്തീഫിന് ഇപ്പൊ ആഹാരം പലതല്ലേ. അല്ല, ഇതാണ് നമുക്ക് എഴുതിയിരിക്കുന്ന റിസ്ക്. അത് എവിടാന്നറിയില്ല. എവിടെയാണെങ്കിലും നമ്മൾ പോയി തിന്നും. അപ്പൊ അല്ല പറയുക, എന്തുകൊണ്ടാ ഉസ്താദിന് ഭക്ഷണം കിട്ടുന്നത്? ഉസ്താദ് നിങ്ങൾ ആരും പള്ളിയിൽ പോയില്ലെങ്കിലും 5 നേരം പള്ളിയിലുണ്ടോ? ഉണ്ടോ? പറ, ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ടാ അല്ല പറഞ്ഞത്, ഞാൻ കൊടുക്കും മരിക്കുന്നത് വരെ ഭക്ഷണം. പേടിക്കണ്ട. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നീ എന്തേ നിസ്കരിക്കാൻ പോകാത്ത? ഉസ്താദെ ജോലി, കച്ചവടം, കട അല്ലേ? നിസ്കരിക്കാൻ നീ പോകാത്തതിന് കാരണം പറയുന്നത് കടയും കച്ചവടവും. ഉസ്താദ് ജോലിക്ക് പോകണ്ടേ? കച്ചവടത്തിന് പോകണ്ടേ? ഒരു കടയിൽ നിസ്കരിക്കുന്നതിന് പള്ളിയിൽ പോകുമ്പോൾ ഒരു കസ്റ്റമർ വന്നാൽ എന്റെ കച്ചവടം പോത്തില്ലേ?
അല്ലാഹു അലം, പോകൂടാ ചങ്ങാതി, എല്ലാം പോകും. എന്നാ നിനക്ക് കട തന്നതാരാ, കച്ചവടം തന്നതാരാ, ജോലി തന്നതാരാ? അല്ലാഹ്. ആ അല്ലാഹ്ക്ക് തരാൻ മാത്രമല്ല അറിയുന്നേ, 8ന്റെ പണി തരാനും അല്ലാഹ്ക്ക് അറിയാം. നിനക്ക് കട തരാൻ മാത്രമല്ലടാ, നിനക്ക് 2 നില വീടും ജാഗയും പണവും തരാൻ മാത്രമല്ല അല്ലാഹ് അറിയുന്നത്. ആ അല്ലാഹുവിനെ നീ മറന്ന പള്ളിയുടെ മുമ്പിൽ കൊണ്ടുപോയി ഇരുത്താനും അല്ലാഹ്ക്ക് അറിയാം. അല്ലാഹു കാക്കുമാറാകട്ടെ. ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബി ലശദീദ്. എൻ്റെ ഭർത്താവിന് ക്യാൻസർ രോഗമാ, വീടും പറമ്പും മുഴുവനും വിറ്റു, ഇനി ഒന്നുമില്ല, വല്ലതും തരണേ വല്ലതും തരണേ എന്ന് നിസ്കരിക്കാൻ പോകാത്ത നിന്നെ പള്ളിയുടെ മുമ്പിൽ കൊണ്ടിരുത്താനും അല്ലാഹ്ക്ക് അറിയാം. വെറുതെ ചൊറിയരുത്, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ്നോട് മാത്രം കളിക്കരുത്, അല്ലാഹ് അവിടെ കൊണ്ടിരുത്തി കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹു പറയുകയാണ്, മരിക്കുന്ന കാലം വരെ തിന്നാൻ ഞാൻ തരാം. എന്ത് ചെയ്താൽ മതി? നീ നിസ്കരിച്ചാ പോരാ, നിന്റെ പെണ്ണും പിള്ളയെ നിസ്കരിപ്പിക്കണം, നിന്റെ മക്കളെ നിസ്കരിപ്പിക്കണം. നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അമീൻ പറ. നിസ്കരിക്കൂലേ? നിങ്ങളൊക്കെ നിസ്കരിക്കും, പക്ഷെ സമയത്ത് നിസ്കരിക്കത്തില്ലെന്നേ ഉള്ളൂ. എല്ലാവരും നിസ്കരിക്കും, എപ്പോഴെങ്കിലും തോന്നുമ്പോ പോയിട്ട് എല്ലാം കൂടെ കൂട്ടയടി അടിക്കും. അല്ലാഹു മാറാകട്ടെ. അങ്ങനെ നിസ്കരിച്ചിട്ട് എന്ത് കിട്ടാനാ? എടാ, നീ എല്ലാം കൂടെ 12:30 ബാങ്ക് വിളിക്കത്തില്ലേ? 12:30 ചെറുപ്പക്കാര് പറയുന്നത് ബാങ്ക് വിളിക്കുന്നതാ, അങ്ങാരെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് വിളിക്കാനല്ല, അയാളെ ജോലി ചെയ്യുന്നത് ഞാനിത് ചെയ്യാനാ. കുട്ടികൾ എങ്ങനെ പറയാ? ഈ പെണ്ണുങ്ങളോട് ചോദിക്കട്ടെ, ഇവരെപ്പോഴാണ് ദുഹർ നിസ്കരിക്കുന്നത്? 12:30 മോദി ബാങ്ക് വിളിക്കുമ്പോൾ ഓള് മീൻ വെട്ടിക്കൊണ്ടിരിക്കും. ഇനി ചോറ് വെക്കണം, കറി വെക്കണം, ഉപ്പേരി വെക്കണം, വീട് തൂക്കണം, കുളിക്കണം, എല്ലാം കഴിഞ്ഞ് 2:45 ആകുമ്പോൾ ഒരു പോക്ക ഹജ്ജ് ചെയ്യാൻ. എന്തൊരു മുക്കാൽ? 2:45 ഏത് നിസ്കാരം? 2:45 എന്ത് നിസ്കാരം? ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. അല്ലാഹ് നിശ്ചയിച്ച സമയത്താണ് നിസ്കരിക്കണ്ടേ. നിനക്കൊക്കെ തോന്നുമ്പോ പോയി ചെയ്യാനുള്ളതല്ല നിസ്കാരം. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മഊർ. നിങ്ങളെ വൈലെന്ന് പറയുന്ന നരകം നിനക്കുള്ളതാ. വൈലെന്ന് പറയുന്ന നരകം കള്ളുകൂടിയനുള്ളതല്ല, വ്യഭിചാരിക്കുള്ളതല്ല, മുനാഫിക്കിനുള്ളതല്ല. നിസ്കരിക്കുന്നവന്, സമയത്ത് നിസ്കരിക്കാതെ കൃത്യനിഷ്ഠയില്ലാതെ അലംഭാവം കാണിക്കുന്നവന് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉമ്മ മകനെ ഉപദേശിക്കുക, മോനെ നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, അവൻ SLC പരീക്ഷയ്ക്ക് പോകാനുള്ളതാ, രാത്രി 12 മണി വരെ പഠിച്ചിട്ട് കിടക്കുക, അവൻ കിടന്ന് ഉറങ്ങട്ടെ, സുബഹി നിസ്കരിക്കണ്ടെന്ന്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എടാ പൊന്നു മോനെ, നീ എന്ന് പരീക്ഷ എഴുതിയാലും തോക്കും ഒരു ദിവസം. ഒരു ദിവസം നീയൊക്കെ എന്ത് ചെയ്താലും നേരെയാകത്തില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹ് കാക്കുമാറാകട്ടെ. ഏത് ദിവസം? സുബഹി നിസ്കരിക്കാത്ത ദിവസം. സുബഹി നിസ്കരിക്കാത്ത ദിവസം എന്ത് ചെയ്താലും അതിൽ ബർക്കത്തുണ്ടാകില്ല. വീടിന് കുറ്റിയടിക്കുന്നവൻ സുബഹി നിസ്കരിച്ചവനെ കൊണ്ടുവേണം ചെയ്യിപ്പിക്കാൻ. കട ഉദ്ഘാടനം ചെയ്യുമ്പോൾ സുബഹി നിസ്കരിച്ചവനെ കൊണ്ടുവേണം ചെയ്യാൻ. കല്യാണം കഴിക്കാൻ പോകുന്നവൻ നിസ്കരിച്ചോടാ സുബഹി. ഇപ്പൊ കടന്ന് സക്കറാത്തിന്റെ വരി വലിക്കുന്നല്ലോ. പെണ്ണ് കെട്ടുന്നതിന്റെ അന്ന് 7 മണി വരെ കടന്ന് ഉറങ്ങിയിട്ടല്ലേ നിക്കാഹ് കഴിച്ചത്. എങ്ങനെയുണ്ട് ജീവിതം? അല്ലാഹു കാക്കുമാറാകട്ടെ. ഉസ്താദെ, സന്തോഷത്തോടെ നടന്നെയായിരുന്നു ഞാൻ. പെണ്ണ് കെട്ടിയതോടുകൂടി കല്യാണം കഴിച്ച അല്ലാഹു സമാധാനം കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കല്യാണം കഴിച്ചാൽ എന്ത് കിട്ടും? കല്യാണം കഴിച്ചാൽ എന്ത് കിട്ടും? നിങ്ങൾ എന്താ വെടികൊണ്ടെന്ന് പോലെ ഇരിക്കണേ? നിങ്ങളുടെ നാവിന്ന് കേൾക്കാനുള്ള കൊതി കൊണ്ടാ. കല്യാണം എന്നല്ലേ പറയുക? മംഗലം എന്താ? മംഗലം കഴിച്ചാൽ എന്ത് കിട്ടും? പറയടാ, എന്ത് കിട്ടും? ഉണ്ടോ? ഉണ്ടോ? സുബ്ഹാനല്ലാഹ്. ഇപ്പൊ കടലിന്റെ നടുക്ക അവസ്ഥ. അതെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കല്യാണം കഴിക്കുന്നവന് സമാധാനം കിട്ടുമെന്ന എന്താ നീ ചിന്തിച്ച്? കല്യാണം കഴിച്ചതിൽ അന്ന് നീ സുബഹി നിസ്കരിച്ചോ? ഉണ്ടോ? അന്ന് രാത്രി 12 മണി വരെ വാഴായിരുന്നു വീട്ടിൽ, ഗാനമേള. ഇപ്പൊ കല്യാണം വീട്ടിൽ നോക്കിക്ക്, അറബി കല്യാണം, മഞ്ഞ കല്യാണം, മൈലാഞ്ചി കല്യാണം, പിന്നെ ഒടുക്കത്തെ കല്യാണം, എല്ലാം കല്യാണമാണ്. എല്ലാം ഓരോ ദിവസവും മയ്യത്തും കഫൻ തുണിയും കൂടെ മേടിച്ചാൽ മതിയായിരുന്നു. ഈ അടുത്ത് ഞാൻ കണ്ടു, ഒരു മയ്യത്ത് കൊണ്ടുപോകുന്ന പോലെ ഒരുത്തനെ കൊണ്ടുപോകുന്നു, പുതിയ ആപ്പിളയെ മയ്യത്ത് കട്ടില്. എന്തായാലും കൊള്ളാം, അവസാനം അതിനകത്ത് തന്നെ കയറാനുള്ളതല്ലേ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ ഇല്ലേ പടച്ചവനെ? ഞാൻ പറയുന്നു, ചെറുപ്പക്കാരോട് പറയുന്നു, ഈ റോഡിൽ കൂടെ ഇതല്ലേ സുള്ളിയത്തോട്ട് പോകുന്ന വഴി. ഞാൻ ഒരിക്കൽ ഈ അടുത്ത സമയത്ത് ഞാൻ ഈ റോഡിൽ കൂടെ ഇങ്ങനെ പോയപ്പോൾ ഒരു കല്യാണം നടക്കുന്നു. റോഡിൽ ഇട്ടിരിക്കുക. എന്താ ഇല്ലേ പടച്ചവനെ? എത്ര നേരം കിടന്നെന്നറിയാവോ റോഡിൽ?
കല്യാണം കഴിഞ്ഞിട്ട് പുതിയാപ്പിള ഇറങ്ങുന്ന രംഗം അൽഹംദുലില്ലാഹ്, എന്തൊരു ആർഭാടം, എന്തെല്ലാം പേക്കൂത്ത്. മോനെ, വീടിനകത്ത് വെച്ച് ചെയ്യും, പുറത്ത് വെച്ച് ചെയ്യരുത്. എന്റെ കൂട്ടുകാരോട് ദേഷ്യം കൊണ്ട് പറയില്ല, നീയൊക്കെ ഓർത്തു വെച്ചോ, നടു റോഡിൽ കിടന്ന് ആടുമ്പോ ഓർത്തോ, നീ പേടിക്കണം, യാത്രക്കാരന്റെ ദുആയിക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എടാ, ഈ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന യാത്രക്കാരനുണ്ടല്ലോ, എയർപോർട്ടിൽ പോകുന്നവർ കാണും, ഹോസ്പിറ്റലിൽ പോകുന്ന കാണും, എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകുന്നവൻ കാണും, രോഗികളെ കാണാം, മക്കളെ കാണാൻ ഓടുന്നവനുണ്ടാകും. അപ്പോഴാ നീ ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് റോഡിൽ നിന്ന് ഡാൻസ് വാടി കുതിരപ്പുറത്തും കഴുതപ്പുറത്തും നടക്കുന്നത്. അപ്പൊ ഈ റോഡിൽ ബ്ലോക്കായി കിടക്കുന്ന യാത്രക്കാരൻ മനസ്സ് നൊന്നിട്ട് ഒരൊറ്റ വാക്ക് പറഞ്ഞ നിന്റെ ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, മക്കളോട് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ അയച്ചു വയ്ക്കേ, ഇന്നത്തെ കുട്ടികൾക്ക് ഉമ്മ കൊടുക്കുന്ന ഉപദേശം എന്താ? മോനെ, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ജീവിക്കണമെങ്കിൽ പണം വേണം, ഇല്ലേ? ജീവിക്കണമെങ്കിൽ പണം വേണം. ചുമ്മാതല്ല പ്ലസ് 1 പഠിക്കുന്നവൻ കഞ്ചാവ് കച്ചവടത്തിന് പോകുന്നത്. ഉമ്മ പറഞ്ഞു കൊടുത്തു, പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഇപ്പൊ എല്ലാത്തിനും പണം മതി. നിങ്ങൾ നോക്കിക്കേ, പണ്ട് കൊച്ചുകുട്ടികൾ വീട്ടിൽ ചെന്നിട്ട് വാപ്പാനോട് പറയും, വാപ്പ മുട്ടായി മേടിച്ചതാ, വാപ്പ മുട്ടായി മേടിച്ചതാ, സിപ്പപ്പ് മേടിച്ച വാപ്പ, കളിപ്പാട്ടം വാങ്ങിച്ച വാപ്പ, ഇതല്ലേ ചോദിക്കണേ. എന്നാൽ ഇന്ന് കൊച്ചുമക്കൾ വീട്ടിൽ വന്നിട്ട് വാപ്പാനോട് പറയും, പൈസ താ വാപ്പ, പൈസ താ വാപ്പ. കാരണം വാപ്പ എന്ന് പറഞ്ഞ ATM. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വാപ്പ എന്ന് പറഞ്ഞ ATM. നിങ്ങൾ നോക്കിക്കേ, 7 വയസ്സുള്ള 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മദ്രസ വിട്ട് വീട്ടിൽ വന്നു. ഉമ്മ മൊബൈലിതാ, ഉമ്മ പോടാ, സ്കൂളിൽ പോകാൻ സമയമായി, പോയി കുളിച്ചിട്ട് വാടാ. തോർത്തെടുത്ത് കയ്യിൽ കൊടുത്തു. എന്നിട്ട് അടുക്കളയിൽ പോയിട്ട് ഉമ്മ തന്റെ മകന് വേണ്ടി ചോറ് റെഡിയാക്കി വെച്ചിട്ട് നോക്കുമ്പോ മോനെ കാണുന്നില്ല. ബാത്റൂമിൽ ചെന്നപ്പോ അനക്കമില്ല. ബാത്റൂമിന്റെ വാതിൽ തുറന്നു നോക്കുമ്പോ 7 വയസ്സുള്ള 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഉമ്മ കുളിക്കാൻ കൊടുത്തുവിട്ട തോർത്തിനകത്ത് തൂങ്ങി നിൽക്കുകയാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 1ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ തൂങ്ങി നിൽക്കുന്നടോ, ഇവൻ എങ്ങനെ പഠിച്ചടോ തൂങ്ങി മരിക്കാൻ? എന്റെ പ്രിയപ്പെട്ടവര്, 2 ദിവസം മുമ്പ് നമുക്കറിയാം, സമസ്ത വിളിച്ചു 100ാം വാർഷിക പ്രഖ്യാപനത്തിന് ബാംഗ്ലൂരിലേക്ക്. പോയിട്ട് തിരിച്ചു വരുമ്പോ മണ്ണാർക്കാടുകാരനായ ഒരു SKSSFന്റെ പ്രവർത്തകൻ, എന്റെ ചെറുപ്പക്കാര് പഠിക്കണം മക്കളെ, ഈ പ്രസ്ഥാനത്തിന്റെ പുറകിൽ കൊടിയും പിടിച്ച് നടക്കുമ്പോ എന്ത് കിട്ടിയെന്ന് കളിയാക്കുന്നവരുണ്ടോ, എന്ത് കിട്ടിയെന്ന് പരിഹസിക്കുന്നവരുണ്ടോ, സംഘടന എന്ന് പറഞ്ഞു നടന്നിട്ട് എന്ത് കിട്ടിയടാ എന്ന് ചോദിക്കുമ്പോ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, മോനെ, വയനാട് മാനന്തവാടിയിൽ വാഴതിന് പോകുമ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ജനാസ കുളിപ്പിക്കുന്നുണ്ടെന്ന് വരണം. വയനാട് ചുരത്തിൽ വെച്ചുണ്ടായ ആക്സിഡന്റിൽ ഒരു നൗഷാദ് എന്നങ്ങാണ്ട പേരുള്ള ഒരു സഹോദരൻ മരണപ്പെട്ടുപോയി. ഞാൻ ചെല്ലുമ്പോൾ മയ്യത്ത് മഹാനായ ഷെയ്ഖ് ജിഫ്രി തങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് തങ്ങന്മാരുണ്ട്. ജമലുലൈലി തങ്ങളാണ് ജനാസ നിസ്കാരത്തിൽ, ഫഖറുദ്ദീൻ തങ്ങളുണ്ട്, കക്കിപ്പടി ഉസ്താദുണ്ട്, അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ആ ചെറുപ്പക്കാരന്റെ ജനാസയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞ ഒരു വാക്ക്, നിങ്ങൾക്കൊക്കെ സങ്കടമുണ്ടെങ്കിലും ഇന്ന് അവൻ വലിയ സന്തോഷത്തിലാണ്. കാരണം അള്ള കൊടുത്ത ഒരു മരണം അതാടോ. എന്ത് നല്ല മരണം! സയ്യിദന്മാര് വന്നിട്ട് നിസ്കരിക്കുന്ന ഒരു മരണം. അല്ലാഹു ആ സഹോദരന് സ്വർഗം കൊടുക്കുമാറാകട്ടെ, തന്റെ കുടുംബത്തിന് സമാധാനം കൊടുക്കുമാറാകട്ടെ. ഞാനവിടെ നിൽക്കുമ്പോൾ പറഞ്ഞു, ഉസ്താദെ, 6 or 7 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ മയ്യത്ത് മോർച്ചറിക്കൽ തിരിക്കുന്നുണ്ട്, മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തത്. നിങ്ങൾ ചിന്തിക്കടോ, ഇന്ന് നമ്മുടെ മക്കൾ അവർ ചോദിക്കുന്നത് കൊടുത്തില്ലെങ്കിൽ അപ്പ ചാകുന്ന കാലം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്തുകൊണ്ട്? അവർക്കറിയില്ല വാപ്പാടെ കഷ്ടപ്പാടെന്താ. വാപ്പയ്ക്ക് പൈസ ഉണ്ടാക്കുന്നത് എവിടാന്നറിയില്ല. അവര് വാപ്പാനെ കാണുന്നത് ATM പോലെയാ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുട്ടികൾക്ക് അള്ളയാരാണെന്ന് പണ്ടത്തെ കുട്ടികൾക്കറിയാം. പണ്ട് ജീവിച്ചിരുന്ന ചെറിയ മക്കൾക്ക് പോലും അള്ളയാരാണെന്നറിയാം. പ്രായമുള്ളവർക്ക് പോലുമില്ല, പ്രായമുള്ളവർക്ക് ബോധമില്ലായിരുന്നടോ. എന്നാൽ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അള്ളയാരാണെന്നറിയാമായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ ഒരു കഥ പറഞ്ഞു തരാ, ചെറിയ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ചരിത്രം പറയട്ടെ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹു ലോകമറിയുന്ന പണ്ഡിതനാണ്, മഹാനാണ്. ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയും മക്കളുമായി സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അപ്പനാഥ ഒരു ദിവസം വീട്ടിലേക്ക് അതാ കുറച്ച് ആൾക്കാര് കടന്നു വന്നു. തങ്ങളെ, ഞങ്ങൾ ഹജ്ജിന് പോവുകയാ, ഈ വർഷം ഞങ്ങൾ ഹജ്ജിന് പോവുകയാണ്, അന്ന് വരുന്നുണ്ടോ? ഖാതിമുൽ അസം റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോ മഹാനവറുകൾക്ക് ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ട്. എന്നാ പടച്ചവനെ പൈസ ഒരുപാടില്ല. ആദ്യമുള്ള സമ്മതങ്ങൾ പറഞ്ഞ് എനിക്ക് ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ട്. കുടുംബക്കാരും ഭാര്യയും മക്കളും പറയുകയാ, നിങ്ങൾ പോയാ ഞങ്ങളുടെ കാര്യം ആരാണ് നോക്കുന്നത്? നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വരുന്നത് വരെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? ഞങ്ങൾക്ക് ചെലവിന് തരാ പൈസ ഇല്ലല്ലോ. ആദ്യമുള്ള സമ്മതങ്ങളുടെ ഭാര്യയും മക്കളും ചർച്ച ചെയ്യുകയാണ്. അപ്പോഴാണ് ഏറ്റവും ചെറിയ മകളുണ്ടല്ലോ, ഏറ്റവും ചെറിയ മകളുണ്ടല്ലോ, ആ മകള് ചോദിക്കുന്നു, വാപ്പാ ഭക്ഷണം തരുന്നത് അല്ലാഹുവല്ലേ? ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ഹജ്ജിന് പോകാനും വീട്ടിലെ സാധനങ്ങൾ വാങ്ങാൻ കുറച്ചു പൈസയേ ഉള്ളൂ. തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾക്ക് ജീവിക്കാൻ പൈസയില്ല. അപ്പോഴാണ് സങ്കടം പറയുമ്പോ ഏറ്റവും ചെറിയ മകള് ചോദിക്കുകയാ, വാപ്പാ അമ്മയല്ലേ ഭക്ഷണം തരുന്നത്? വാപ്പയല്ലല്ലോ, വാപ്പയല്ലല്ലോ ഭക്ഷണം തരുന്നത് അല്ലാഹുവല്ലേ? വാപ്പാ ഹജ്ജിന് പോവാപ്പാ. ഏറ്റവും ചെറിയ മകള് പറയുമ്പോ എല്ലാവരുടെയും നാവും അടഞ്ഞുപോയി. മറുപടി പറയാനില്ല, മറുപടി പറയാനില്ല. ആ മോള് പറഞ്ഞു, വാപ്പ ഹജ്ജിന് പോകണം. ആദ്യമുള്ള സമ്മതി അല്ലാഹു തആല ഹജ്ജിന് പോയി. പടച്ചവനെ ദിവസങ്ങൾ കഴിഞ്ഞു, വീട്ടില് പട്ടിണിയായി, വീട്ടില് പട്ടിണിയായി, വല്ലാത്ത പ്രയാസമായി. ഈ മകള് വന്നിട്ട്, ഉമ്മാ കടിക്കാൻ വിശക്കുന്നു ഉമ്മ, എനിക്ക് വിശക്കുന്നു ഉമ്മ, ഭക്ഷണം തരാൻ വേണ്ടി ചോദിക്കുമ്പോ ഉമ്മ പറഞ്ഞു, ഈ വീട്ടില് ഭക്ഷണമില്ല മോളെ, ഈ വീട്ടില് ഭക്ഷണമില്ല മോളെ. പിന്നെ ഭക്ഷണമില്ലാതെ വന്നപ്പോ മറ്റുള്ള സഹോദരന്മാര് പറയുകയാ, നീയാ വാപ്പാരെ പറഞ്ഞു വിട്ടത്, ഈ ഒറ്റ ഒരുത്തിയാ വാപ്പാരെ പറഞ്ഞു വിട്ടത്. കരയുന്ന മകളോട് പറയുകയാണ്, കരയുന്ന കുട്ടിയോട് പറയുകയാണ്, നീയല്ലേ പറഞ്ഞത് അള്ള തരുമെന്ന്, നീയല്ലേ പറഞ്ഞത് അള്ള തരുമെന്ന് കളിയാക്കുകയാ, അവര് ഒറ്റപ്പെടുത്തുകയാ. പടച്ചവനെ ഹാജിമുല്ല റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറ്റവും ചെറിയ മകളുണ്ടല്ലോ, ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് അല്ലാഹുവോട് പറയുകയാ, ഇവരെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ട് തമ്പുരാന്. നീ ഭക്ഷണം തരുമെന്ന് പറഞ്ഞതിന്റെ പേരില് ഇവരെന്നെ ഒറ്റപ്പെടുത്തുന്ന തമ്പുരാന്. എനിക്ക് വിശക്കുന്ന തമ്പുരാന്, എനിക്ക് ഭക്ഷണം തരണേ അല്ലാ. ഒരു ചെറിയ പെൺകുട്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. പടച്ചവനെ പിറ്റേ ദിവസം രാവിലെയായപ്പോ വീടിന്റെ വാതിലിൽ ഒരാള് വന്ന് വിളിക്കുകയാ, വീടിന്റെ മുമ്പിൽ ഒരാള് വന്ന് വിളിക്കുകയാ. ആദ്യമുള്ള സമ്മതങ്ങളുടെ ഭാര്യയുണ്ടല്ലോ, വാതില് തുറന്ന് പുറത്തിറങ്ങുമ്പോ ഒരു മനുഷ്യൻ ചോദിക്കുന്നു, കുടിക്കാൻ ഇത്തിരി വെള്ളം തരണേ, കുടിക്കാൻ ഇത്തിരി വെള്ളം തരണേ. ആദ്യമുള്ള സമ്മതങ്ങളുടെ ഭാര്യ വെള്ളം കൊണ്ട് കൊടുക്കുമ്പോ ആർത്തിയോടെ കുടിക്കുകയാണ്. വെള്ളം കാണാത്തവരെ പോലെ, പട്ടിണി കിടക്കുന്നവരെ പോലെ ആർത്തിയോടെ വെള്ളം കുടിക്കുകയാണ്. ഇത് കണ്ടപ്പോ ആദ്യമുള്ള സമ്മതങ്ങളുടെ ഭാര്യ ചോദിച്ചു, നിങ്ങളെ കണ്ടാൽ അറിയാ ഏതോ വലിയ കുടുംബത്തിലെ ആളാണെന്ന്, നിങ്ങളെവിടെ പോയി, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? ആ മനുഷ്യൻ പറയുന്നു, ഞാൻ ആരാണെന്നറിയുവോ? ഈ രാജ്യത്തെ ഭരണാധികാരിയാണ്, ഇവിടത്തെ രാജാവാണ്, ഇവിടത്തെ രാജാവാണ്. വേട്ടയ്ക്ക് പോയതാ, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എന്റെ അനുയായികൾ എന്നെ തിരഞ്ഞു നടക്കുകയാണ്, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എനിക്ക് വിശക്കുന്ന ഭക്ഷണമില്ല, വെള്ളമില്ല. ഈ മനുഷ്യനാണ് വീടിന്റെ മുമ്പിൽ വന്നിട്ട്, രാജാവ്, രാജ്യത്തിന്റെ ഭരണാധികാരി വീടിന്റെ മുമ്പിൽ വന്ന് വെള്ളം ചോദിച്ചപ്പോ ആദ്യമുള്ള സമ്മതങ്ങളുടെ ഭാര്യ പറയുന്ന, സുബ്ഹാനല്ലാഹ്, ഇന്നലെ എന്റെ വീടിനകത്ത് ഭക്ഷണമില്ലാതെ എന്റെ മകള് കരഞ്ഞു, ഇന്നലെ ഭക്ഷണമില്ലാതെ എന്റെ വീടിനകത്തിരുന്ന് എന്റെ മകള് കരഞ്ഞു. രാജ്യത്തെ ഭരണാധികാരി എന്റെ വീടിന്റെ മുറ്റത്ത് വന്നിരിക്കുകയാ ഭക്ഷണത്തിന് വേണ്ടി. ഇത് അത്ഭുതമാണ് പടച്ചവര്. ഇത് പറയുമ്പോ
സമ്മതങ്ങളുടെ വീടാണെന്നറിയുമ്പോ സൈന്യം ഓടി വന്നടോ, പട്ടാളക്കാര് ഓടി വന്നു, രാജാവിനെ കണ്ടെത്തി. രാജാവ് എന്ത് ചെയ്തു അറിയുമോ? തന്റെ അരയിലെ സ്വർണത്തിന്റെ കിഴിയിരിക്കുകയാ. തന്റെ അരയിലെ സ്വർണത്തിന്റെ നാണയമുണ്ട്. ആ സ്വർണ്ണ നാണയം എടുത്തിട്ട് ഹാത്തിമുൽ സമ്മതങ്ങളുടെ വീടിന്റെ മുമ്പിൽ വെക്കുകയാ. എന്നിട്ട് പട്ടാളക്കാരോട് പറഞ്ഞു, എന്നെ ഇഷ്ടപ്പെടുന്നവര് മുഴുവനും അവരുടെ കയ്യിലുള്ളത് വെച്ച് കൊടുക്കൂ. എല്ലാവരും ഹദിയ കൊടുത്തു. നാണയം വീടിന്റെ മുമ്പിൽ നിറഞ്ഞടോ. അപ്പോഴും ഹാത്തിമുൽ സമ്മതങ്ങളുടെ മകളിരുന്ന് കരയുകയാ. ആ പൊന്നുമോളിനോട് കരയുകയാ. രാജാവ് ചോദിക്കുന്നു, മോളെ കരയുന്നത്? ഇനി മുതൽ നിന്റെ കുടുംബം മരിക്കുന്ന കാലം വരെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള പണം കിട്ടിയല്ലോ, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ളത് ലഭിച്ചല്ലോ. എന്തിനാ മോള് കരയുന്നത്? അതുപോലെ സമ്മതങ്ങളുടെ മകള് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഒരടിമ എന്റെ വീട്ടിൽ വന്നപ്പോ മരിക്കുന്ന കാലം വരെ തിന്നാനും ജീവിക്കാനുമുള്ള സമ്പത്ത് കിട്ടി. എന്നാളെങ്ങാനും ഞങ്ങളുടെ വീട്ടിൽ വന്ന എന്തായിരിക്കും പടച്ചവനെ? ഞാനോടോ പണ്ടത്തെ കുഞ്ഞുങ്ങൾക്ക് വരെ അള്ളാനെ അറിയാമായിരുന്നു. ആർക്കും അള്ളാനെ അറിയില്ല, അള്ളാനെ മനസ്സിലാക്കുന്നില്ല. ചോദിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ തൂങ്ങുന്ന കാലമാ, ആത്മഹത്യ ചെയ്യുന്ന കാലമാ. ഈ സമുദായത്തിൽ ആത്മഹത്യ കുറവായിരുന്നു. എന്നാൽ 25% ആത്മഹത്യ വർദ്ധിച്ചിരിക്കുകയാണ്. അതിന്റെ ഗൗരവം അറിയുന്നില്ല. എന്നാ പഠിച്ചോ യുവത്വമേ, എന്റെ ചെറുപ്പക്കാരെ, എന്റെ പെണ്ണുങ്ങളെ, നിങ്ങൾക്കറിയാനൊരു ഹദീസ് പറയാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആത്മഹത്യ ചെയ്യുന്നവന് സ്വർഗ്ഗം ഹറാമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. സ്വർഗ്ഗം ഹറാമാ. ആത്മഹത്യ ചെയ്യുന്നവൻ ഒരു കാലത്തും സ്വർഗ്ഗത്തിൽ കടക്കൂല. കുടിച്ചവന് തൗബയുണ്ടോ? വിചരിച്ചവന് തൗബയുണ്ടോ? പൈസവന് തൗബയുണ്ടോ? വിളിച്ചവന് തൗബയുണ്ടോ? ചെയ്തവന് തൗബയുണ്ടോ? എന്നാൽ ആത്മഹത്യ ചെയ്തവന് തൗബയില്ല. അവനൊരു കാലത്തും സ്വർഗ്ഗത്തിൽ കടക്കൂല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദ് നബവിയിൽ ഒരിക്കൽ തങ്ങളുടെ മുമ്പിൽ ഒരു ജനാസ കൊണ്ടുവച്ചു. അതുപോലെയുള്ള ഒരു ആയുധം കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യന്റെ ജനാസ കൊണ്ടുവച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, നിങ്ങളിൽ ആരെങ്കിലും നിസ്കരിക്കുക സഹാബാ. നിങ്ങൾ നിസ്കരിച്ചില്ലടോ? അതിനകത്തുള്ള എല്ലാം മനസ്സിലാക്കാറ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾ പറയുകയാ, സ്വർഗ്ഗത്തിൽ എന്റെ കൂടെ പോകണോ? എന്റെ കൂടെ നടക്കണോ? മോനെ നിസ്കരിക്കുമോനെ, ഉപ്പമാരെ നിസ്കരിക്കൂ. മരിക്കുന്ന കാലം വരെ നിന്റെ കുടുംബത്തിനും നിനക്കും കഴിക്കാൻ ഭക്ഷണം അല്ലാഹു തരുമെന്ന് വിശുദ്ധ ഖുർആൻ നിർത്തുകയാ. നല്ല മരണം വേണോ? മരണം വേണോ? എല്ലാവരും പറയുന്നത് ഉസ്താദേ, ആഖിബത്ത് നന്നാകണം, ആഖിബത്ത് നന്നാകണം, നല്ല മരണം വേണം. എങ്കിൽ അല്ലാഹു പറയുകയാ, പണം വേണ്ട, ഒരാളും പൈസ തരണ്ട, ഒരാളും ഉറക്കം ഒഴിയണ്ട, ഒരാളും കഷ്ടപ്പെടണ്ട. പറയുന്നത് ചെറുപ്പക്കാര, അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, മരണം ഞാൻ തരാം, നിസ്കരിക്കുന്നവർക്ക് നല്ല മരണം ഞാൻ തരാം എന്ന് പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മിഅ്റാജിന്റെ രാത്രിയാ, 27 രാത്രിയാ.
നിസ്കാരത്തിന്റെ വാർഷികത്തിന്റെ രാത്രിയാ റബ്ബിനോട് ദുആ ചെയ്യാ ഇന്ന് ദുആക്ക് ഇജാബത്തുണ്ടോ ഇതുപോലെ ഒരു രാത്രിയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഏഴാകാശം കടന്ന് പടച്ച റബ്ബിന്റെ സന്നിധാനത്തിൽ ചെന്ന് ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കാണുന്നത് സ്വർഗ്ഗം കണ്ടല്ലോ നരകം കണ്ടല്ലോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് കാഴ്ചകൾ കണ്ട രാത്രിയാണ് അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യാ അല്ലാഹുവോട് ദുആ ചെയ്യാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ഒരാളുടെ ഈമാൻ ഉറച്ചാൽ അല്ലാഹു അവന് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം അവന്റെ ഭയം നഷ്ടപ്പെടും അവന്റെ ഭയം നഷ്ടപ്പെടും അല്ലാഹുവേ നിന്നെ ഭയന്ന് ജീവിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 12 മണിയായി നാളെ രാവിലെ നോമ്പ് പിടിക്കാൻ എഴുന്നേക്കേണ്ടതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. കുറച്ചുകൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്, ഒരെണ്ണം കൂടെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി അല്ലാഹു എപ്പോഴെങ്കിലും അവസരം തന്ന ഒരുമിച്ച് കൂടാൻ പറയാൻ പഠിക്കാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിഅ്റാജിന്റെ രാത്രിയിൽ നബി തങ്ങൾ കൊണ്ടുവന്ന സമ്മാനമാണ് 5 വഖ്ത് നിസ്കാരം. അല്ലാഹു മരിക്കുന്ന ദിവസവും അവസാന വഖ്തും നിസ്കരിച്ച് മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ടാമതൊരു സമ്മാനം കൂടെയുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അതൊരു ദിക്റാണ്. രണ്ടാമത്തെ സമ്മാനം ഒരു ദിക്റാണ്. ആ ദിക്ർ കൂടെ ഞാൻ പറഞ്ഞു തരാം, എന്നിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് മുമ്പോട്ട് വരിക, പൊടിയൊന്നും നടക്കരുത്. എല്ലാവരും എഴുന്നേറ്റ് മുമ്പോട്ട് വരിക. കേരള മക്കളെ എല്ലാവരും അൽഹംദുലില്ലാഹ് എഴുന്നേറ്റ് പോകാം. കസേരയൊക്കെ മാറ്റിക്കാം. പെട്ടെന്ന് നോക്കി അകത്ത് കയറി വണ്ടി അവനെ എല്ലാവരും കയറി അൽഹംദുലില്ലാഹ് ദുആ ചെയ്യും. അവിടെ കഴിഞ്ഞിട്ടാ കുറച്ച് നേരം 12:30 എത്തുമോ? എപ്പോ വേണമെങ്കിലും റോഡിൽ നിന്നോ എല്ലാവരും കയറി 3 സ്വലാത്ത് സല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. അപ്പോൾ അത് നിസ്കാരത്തിന്റെ വാർഷികമാക്കണം അല്ലേ? അപ്പോൾ അല്ലാഹു നിസ്കാരം നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. നിലനിർത്തിക്കൂടെ? പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. നിസ്കാരം നിലനിർത്തിക്കൂടെ? നിസ്കാരം നിലനിർത്തിയാൽ 5 വഖ്ത് നിസ്കരിച്ചാൽ ഒരാളുടെ മുമ്പിലും, ഞാൻ പറയുന്നത് അംബാനിയുടെ വീട്ടിൽ ഭക്ഷണമില്ലെങ്കിലും നിന്റെ കുടിലിൽ മരിക്കുന്ന കാലം വരെ റിസ്ഖുണ്ടാകും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 2 നല്ല മരണം. അതിന് പൈസ ഒന്നും കൊടുക്കണ്ട. അല്ലാഹു നല്ല മരണം തരും. നിസ്കരിച്ചാൽ മതി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പം നിസ്കാരത്തിൻ്റെ വാർഷികം അൽഹംദുലില്ലാഹ് അന്നിപ്പോൾ അങ്ങനെ രാത്രി എനിക്ക് നാളെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ. എൻ്റെ അടുത്ത് പറഞ്ഞു, വാപ്പ നാളെ വരുമ്പോൾ ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വരണം. ഞാൻ പറഞ്ഞു ഗിഫ്റ്റൊന്നുമില്ല, ഇന്നത്തെ മജ്‌ലിസിൽ ദുആ ചെയ്യാമെന്ന്. അല്ലാഹു എൻ്റെ പൊന്നുമോനെ ദുനിയാവിൽ ആഖിറത്തിൽ ഉപകരിക്കുന്ന മകനാക്കി തരുമാറാകട്ടെ. അല്ലാഹുവിനെ ഹാഫിളാക്കി തരുമാറാകട്ടെ. ചെറിയ പ്രയാസമുണ്ട്, അല്ലാഹു എൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. 2 ഒരു സമ്മാനം കൂടെ നബി തങ്ങൾ കൊണ്ടുവന്നു. ഞാൻ നിങ്ങൾക്കൊരു ദിക്ർ പറഞ്ഞു തരാം. നിങ്ങൾ ഈ ദിക്ർ പറഞ്ഞാൽ ആ പറയുന്ന അതേ സമയത്ത് സ്വർഗത്തിലൊരു മലക്ക് ഈന്തപ്പന മരം നടും. ഒരു ദിക്ർ പറഞ്ഞാൽ അത് പറയുന്ന അതേ സമയത്ത് എന്ത് ചെയ്യും? സ്വർഗത്തിൽ ഈന്തപ്പന മരം ഇങ്ങനെ മലക്കുകൾ നട്ടുകൊണ്ടിരിക്കും. ഒരു മരം നട്ടൂടെ? പറകാക്ക മരം നട്ടൂടെ? എവിടെ? റോഡിലാണോ? നിന്റെ വീടിന്റെ പറമ്പിലാണോ? അല്ല, എവിടെ? സ്വർഗത്തിൽ. അവിടെ ഒരു മരം നട്ടാൽ ധൈര്യമായിട്ട് പറയാം അവിടെ ഇത്തിരി സ്ഥലമുണ്ടെന്ന്. സ്വർഗത്തിൽ ഒരു അല്പ സ്ഥലമുണ്ടെന്ന്. NRC ഒക്കെ നടപ്പാക്കിയ തറവാട്ടിൽ 1 സെന്റ് വേണ്ടേ? തറവാട്ടിൽ 1 സെന്റ് ഭൂമിയില്ലെന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? തറവാട് ഏതാ? നമ്മൾ ഈ നാട്ടുകാരാണോ?
നമ്മുടെ വീട് ഏതാടോ? ഉപ്പാപ്പ ആദം നബി എവിടെ ആയിരുന്നു? ഹവ്വ എവിടെ ആയിരുന്നു? അവിടെ നമ്മൾ ഇറക്കി വിട്ടതല്ലേ? അപ്പൊ നമ്മുടെ തറവാട് അതാ. തറവാട്ടിൽ 1 സെന്റ് ഭൂമി വേണ്ടേ? വേണോ വേണ്ടേ? വേണം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാനൊരു ദിക്റ് പറഞ്ഞു തരാം. ഈ ദിക്റ് പറഞ്ഞാൽ ഒരു ഈന്തപ്പന മരം നടും. എത്ര നടാൻ പറ്റുമോ നട്ടോ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇങ്ങനെ നട്ട റോഡിൽ പോലും നട്ട പ്രതിഫലം കിട്ടില്ല. ആത്മാർത്ഥമായിട്ട് പറ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പൊ എത്ര മരം നട്ടു? എന്നെ കൊണ്ട് അത്രേ പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾ തന്നെ നട്ടോളെ. ചിലര് ചോദിക്കും എന്ത് സമ്പാദിച്ചു? പറയണം ഏക്കർ കണക്കിന് ഈന്തപ്പന തോട്ടമുണ്ടെന്ന്. അപ്പൊ ഭാര്യ ചോദിക്കും എവിടെയാണത്? മക്കള് ചോദിക്കും അപ്പൊ എവിടെയാ ഏക്കർ കണക്കിന് ഈന്തപ്പന തോട്ടം ഉള്ളത്? അപ്പൊ പറയണം സ്വർഗത്തിൽ പോകുമ്പോ കാണിച്ചു തരാം ഞാൻ എന്താ സമ്പാദിച്ചു വെച്ചിരിക്കുന്നതെന്ന്. അള്ളാഹു നമുക്ക് അവിടെ സ്ഥലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്ഥലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല. ഇതൊന്നും എഴുതി വെച്ചിട്ട് പറയുന്നതല്ല. മൈക്കിന്റെ മുമ്പിൽ കയറിയപ്പോൾ അള്ള ചെയ്ത ഒരു ഞാമത്ത് എൻ്റെ ഉസ്താദന്മാരുടെ ദുആ. അതുകൊണ്ട് എൻ്റെ സംസാരത്തിൽ എനിക്കിത്തിരി വയസ്സുണ്ടെങ്കിൽ ഇത്തിരി പക്വത കുറവാണ്. ഒരുപാട് പ്രായമുള്ള ഉസ്താദന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും എൻ്റെ നാവീന വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാടെ മുമ്പിൽ ആരും പിടിച്ചു നിർത്തിയേക്കരുത്, പൊരുത്തപ്പെട്ടേക്കണം. അള്ളാഹു പൊരുത്തമാറാകട്ടെ. പൊരുത്തപ്പെടൂലേ? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നോക്കാൻ സിറാജെന്നാ പറയുന്നത്. പൊന്നു കാക്ക, ഞാൻ നിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു നാണവും ഇല്ലാതെ പൊരുത്തം ചോദിക്കുമ്പോൾ പറയാ അളിയാ നോക്കാം. എനിക്ക് പൊരുത്തമോ വേണ്ടത്? ഇൻഷാ അല്ലാഹ് വേണ്ട. പൊരുത്തപ്പെടുവോ? അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് തൗബ ചെയ്ത് മരിക്കുന്നവർ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാഹ് ദുആ ചെയ്തൂടെ? ഒരു നല്ല രാവല്ല എൻ്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. നല്ല മരണം വേണോ? എന്നാ കൈവക്കിക്ക്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഈ റോഡിൽ നിൽക്കുക. നിങ്ങൾ ഈ റോഡിൽ നിൽക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറുക്കളയിലേക്ക് പോകുന്ന ഒരു ബസ് വന്നു. ചാടി ബസ്സിനകത്ത് കയറി സീറ്റ് കിട്ടി പോയി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കണ്ടക്ടർ ഇങ്ങനെ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നിനക്കറിയാം നിന്റെ അടുത്ത് വരുമെന്ന്. അപ്പൊ അങ്ങനെ ആ കണ്ടക്ടർ നിന്റെ അടുക്കിലേക്ക് വരാൻ സമയമായപ്പോ ചെറുക്കളയിലേക്ക് പോകുന്ന ബസ്സിനകത്ത് കയറിയിരുന്നിട്ട് നീ അള്ളാനോട് ദുആ ചെയ്യാ, പടച്ചവനെ എന്നെ നീ സുള്ളിയത്തെത്തിക്കണേ എന്ന് ദുആ ചെയ്താ എത്തുവോ ഇല്ലേ? കോമഡിയാന്നുള്ളില്ലേ? അല്ല, നിങ്ങൾക്കെല്ലാരും നിങ്ങൾ അള്ളാനോട് പറയുന്ന നല്ല മരണം എന്താ? അതാ നല്ല മരണം. വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങൾ തീർത്ത് തൗബ ചെയ്ത് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നുവോടുകൂടി ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞ് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് നിബിധങ്ങളെ സാക്ഷിയാക്കി നെറ്റിത്തടം വിയർത്ത് മൂക്കിന്റെ ദ്വാരം വികസിച്ചു മുഖത്തു പ്രകാശം, ചുണ്ടിൽ പുഞ്ചിരി, ശരീരത്തിൽ സുഗന്ധം. ഈ 15 കാര്യം വേണമെന്നാണ് നിങ്ങൾ അള്ളാനോട് പറഞ്ഞത്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, എന്ത് ചെയ്തിട്ട്, എന്ത് നന്മ ചെയ്തിട്ടാ നീ അള്ളാനോട് നല്ല മരണം ചോദിക്കുന്നത്? എന്ത് നന്മയാ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ളത്? നിസ്കാരമുണ്ട് ഉസ്താദേ? ഇല്ലേ? ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ ഇന്ന ആഴ്ച ഇനിയും കുലുക്ക് കൊള്ളയും 4 പേര് കാണാനുണ്ടെങ്കിൽ ഈ ബക്കറ ഓതി വേണമെങ്കിലും നിസ്കരിക്കും. അല്ലാഹു ഈമാൻ മാറാകട്ടെ. 4 പേര് കാണാനുണ്ടെങ്കിൽ ആ വെള്ളിയാഴ്ചക്ക് ഒരു നിസ്കാരമുണ്ട്. മലക്കൾ പോലും അങ്ങനെ നിസ്കരിക്കൂല. എടാ, നീ നോമ്പ് നിങ്ങൾ തഹജ്ജുസ്കരിക്കുന്നില്ലേ? വാപ്പ തഹജ്ജുസ്കരിക്കുന്നത് കാസർഗോഡ് ജില്ലക്കാർക്ക് മുഴുവൻ അറിയാം. വാപ്പ മൈക്കെട്ടി പറഞ്ഞു കിടക്കുക, ഞാൻ തഹജ്ജുസ്കരിക്കും, 3 മണിക്ക് എഴുന്നേക്കും, സുബഹി വരെ ഉറങ്ങാറില്ല. ഉസ്താദെ റമളാൻ, റജബ് നോമ്പ്, ശഅബാൻ നോമ്പ്, റമളാൻ നോമ്പ്, 6 നോമ്പ്, തിങ്കളും വ്യാഴവും നോമ്പ്, എന്നും നോമ്പ് ഉസ്താദെ. എല്ലാവർക്കും അറിയാം. സദക്ക കൊടുക്കും. പിന്നെ പടച്ചവനെ മൈക്കിൽ കൂടെ വിളിച്ചു പറയണം, ഫ്ലക്സ് വെക്കണം, വാട്സപ്പിൽ ഫോട്ടോ സഹിതം വെച്ചാ പള്ളിക്ക് തരും, ഇല്ലെങ്കിൽ ഞാൻ ഗേറ്റ് പോലും തുറക്കൂല. അള്ളാഹു കാക്കമാറാകട്ടെ. ഇത് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന നന്മ ഇത് ആർക്ക് വേണം? അള്ള ഇന്ന് വരെ നിന്റെ ഒരു നന്മ കണ്ടിട്ടില്ല. ഞാനും നിങ്ങളും ചെയ്ത ഒരു നന്മ പോലും ഈ 1ാം ആകാശം കടന്ന് മുകളിൽ പോയിട്ടില്ല. പോയാലല്ലേ അള്ള കാണാ.
അതുകൊണ്ട് ഞാൻ എൻ്റെ ഉപ്പാനോട് പറയുന്ന, എൻ്റെ ഉമ്മാനോട്, എൻ്റെ കൂട്ടുകാരോട് പറയുന്ന, മക്കളെ ഏതെങ്കിലും ഒരെണ്ണം ചെയ്തു വെക്കണം. 1000 നന്മയൊന്നും വേണ്ടടാ. ഇന്ന് രാത്രി മരിച്ചാലും അല്ലാഹു നിനക്ക് നല്ല ഒരു മരണം തരാൻ, നിന്റെ മരണവേദന കുറച്ചു തരാൻ ഒരെണ്ണം ചെയ്യടാ. ഒരേ ഒരു നന്മ ചെയ്തു വെക്ക്. ഒരു ജാരിയായ സദഖ, എന്തെങ്കിലും ഒരു സൽക്കർമ്മം നീ ചെയ്തു വെക്ക്. അൽഹംദുലില്ലാഹ്, നീ നല്ല കാര്യങ്ങൾ ചെയ്യുക. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. അല്ലാഹുവിനോട് പറയുന്നു, അസ്റായിൽ റൂഹ് പിടിക്കാൻ വരുമ്പോൾ, അല്ലാഹ് ഒരു സെക്കൻഡ് താ. അല്ലാഹ് നിസ്കരിക്കാനാണോടാ? അല്ല. പിന്നെ എന്തിനാടാ? ദിക്ർ പറയാനാണോ? ഖുർആൻ ഓതാനാണോ? ഒന്നുമല്ല. എന്തിനാ തെണ്ടുന്നേ? അല്ലാ, എന്റെ മക്കളോടും എന്റെ ഭാര്യയോടും ഒന്ന് പറയണം, ഒരാൾക്കും കൊടുക്കാതെ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒന്ന് പള്ളിക്ക് കൊടുക്കാൻ വേണ്ടി പറയാൻ ഒരു സെക്കൻഡ് താ. അല്ലാഹ് പടച്ചവനെ ഭാര്യ പറയുക അള്ളാഹിനോട്, റബ്ബേ എന്റെ ഭർത്താവിനോട് എന്റെ ശരീരത്തിൽ കിടക്കുന്ന സ്വർണ്ണമെങ്കിലും പള്ളിക്ക് കൊടുത്തേക്കണം എന്ന് എനിക്കൊന്ന് പറയാൻ ഒരല്പം സമയം എനിക്ക് താ പടച്ചവനെ. അമ്മ ചോദിക്കും, ഇത്രയും കൊല്ലം തന്നത് നിനക്ക് പോരായിരുന്നോ? മക്കളെ, ഇന്ന് രാത്രിയാണോ അതോ നാളെയാണോ? എപ്പോ വേണമെങ്കിലും മരണം വരും. രോഗമൊന്നും വേണ്ട. ഒരു രോഗവുമില്ലാത്തവൻ വീണ് മരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾ ചെയ്തു പോയി, എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾ ചെയ്തു പോയി. നീ ജീവിച്ചു മരിച്ചു പോയതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടാകണം. അല്ലാഹു നമുക്ക് ഈ മാതൃക അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, SKSSFന്റെ പ്രവർത്തകർ അൽഹംദുലില്ലാഹ് മജ്ലിസ് നൂറിന്റെ 2ാമത് വാർഷികം അൽഹംദുലില്ലാഹ് എന്നിവിടെ പരിസമാപ്തി കുറിക്കുമ്പോൾ നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടിയതോ ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അൽഹംദുലില്ലാഹ്, ഇവിടെ എവിടെങ്കിലും ഒരു അല്പ സ്ഥലം കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് അവിടെ ഒരു ആസ്ഥാന മന്ദിരം, ഒരു കുട്ടികൾക്ക് പഠിക്കാൻ, അൽഹംദുലില്ലാഹ് വെറും ഒരു ഓഫീസ് റൂം അല്ലടോ. അൽഹംദുലില്ലാഹ് കുട്ടികൾക്ക് വായിക്കാൻ ഖുർആൻ പറഞ്ഞത് എഴുത്തിനും വായനയ്ക്കും അല്ലാഹു വലിയ പ്രാധാന്യം നൽകി. കുട്ടികൾക്ക് അറിയില്ലടോ, ഇന്ന് ഇൽമു പഠിക്കുന്നത് യൂട്യൂബിൽ കയറിയിട്ട ഒരു ചെറിയ ലൈബ്രറി, ദീനീപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുവാനും അൽഹംദുലില്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഒരു ചെറിയ ഒരു ഓഫീസ്, വലിയ ബിൽഡിംഗ് ഒന്നും വേണ്ട. ഇവർക്കൊരു ആഗ്രഹമുണ്ട്. അള്ളാഹുവിന്റെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതിന്റെ പ്രവർത്തകരോട് പറയുന്നു, ഏക്കർ കണക്കിന് സ്ഥലമുള്ളവർ നിങ്ങളുടെ നാട്ടിലുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് കാണണം. നിങ്ങൾ ആരെങ്കിലും ഒന്ന് കണ്ടാൽ ഇൻഷാ അല്ലാഹ് ഒരു 2 സെന്റ് ഭൂമി, കൂടുതലൊന്നും വേണ്ട, 2 or 3 സെന്റ് ഭൂമി അൽഹംദുലില്ലാഹ് റോഡിന്റെ സൈഡിൽ തന്നെ വേണമെന്നില്ല, ഒരല്പം മാറിയിട്ടാണെങ്കിലും അൽഹംദുലില്ലാഹ് എവിടെയെങ്കിലും ഒരു 2 സെന്റ് കിട്ടിയാൽ അതിനകത്തൊരു റൂം പണിയണം. അള്ളാഹു ഇവരുടെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ ആരും വെറുതെ തരണ്ട, നിങ്ങൾ കൊടുക്കുന്നത് ദീനിന് വേണ്ടിയാണ്. സമസ്ത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അള്ളാഹു നമ്മുടെ നേതൃത്വങ്ങൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ബാംഗ്ലൂരിലേക്ക് തങ്ങൾ വിളിച്ചപ്പോ, ഒരു അഹ്ലു ബൈത്ത് വിളിച്ചപ്പോ എവിടെ നിന്നാണ് ജനം ഒഴുകി വന്നത്? എടോ, ഈ ദുനിയാവിന്റെ ഏത് മൂലയിൽ ഏത് കൊടുങ്കാട്ടിൽ കൊണ്ടുവച്ചിട്ടും സമസ്ത വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവിടെ എത്തിക്കും ആൾക്കാരെ. വിളിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഒരുമടോ. അതാണ് സമസ്ത. അത് നിൽക്കുന്നത് തഖ്വയില, അത് നിൽക്കുന്നത് ഇഖ്ലാസില, അല്ലാതെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിലോ വെളുപ്പിലൊന്നുമല്ല. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അത് നിൽക്കുന്നത് തന്നെ പടച്ച റബ്ബിന്റെ കാവലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇവരുടെ ഒരു ആഗ്രഹമാണ്, ഇവിടെ ഒരു ബിൽഡിംഗ് പണിയണം. അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഒറ്റ പ്രതിഫലമേ ഉള്ളൂ, നിനക്കൊരു പ്രതിഫലമേ ഉള്ളൂ. നിന്റെ പേര് വിളിച്ചു പറയത്തില്ല, നീയാണ് കൊടുത്തതെന്ന് എഴുതി വെക്കത്തില്ല. നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം നീ മരിക്കുമ്പോൾ അല്ലാഹു കാണിച്ചു തരും. ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ നിനക്ക് കാണിച്ചു തരും, നീ കൊടുത്തതിന്റെ പ്രതിഫലം ഇതാണെന്ന്. അള്ളാഹു കണ്ടു മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു കണ്ടു മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ ചോദിക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് പറയാൻ ഞാൻ ആളെ നിർത്തിയിട്ടൊന്നുമില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. അള്ളാഹുവിനെ അറിയാൻ തെരഞ്ഞെടുക്കാൻ അള്ളാഹ് തന്നെ തെരഞ്ഞെടുക്കട്ടെ. 3 സ്വലാത്ത് പറ. സ്വല്ലല്ലാഹു
അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. സ്ഥലത്തിന് വലിയ വിലയാണ് ചോദിക്കുന്നത്. അത് നിങ്ങളൊക്കെ പരിശ്രമിച്ചാൽ നടക്കൂടാ. അത് അൽഹംദുലില്ലാഹ് ഇവർക്ക് എന്തെങ്കിലും ജോലി വേണ്ടേ? അൽഹംദുലില്ലാഹ് SISFന്റെ പ്രവർത്തകർ, ഇവിടുത്തെ SISന്റെ പ്രവർത്തകർ ഈ നാട്ടിൽ ഇറങ്ങി ഒന്ന് പരിശ്രമിച്ചാൽ ഇൻഷാ അല്ലാഹ് ആ സ്ഥലം വാങ്ങാനുള്ള പൈസ ഇൻഷാ അല്ലാഹ് എവിടെന്നെങ്കിലും അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ തരും ഇൻഷാ അല്ലാഹ്. എന്താ പ്രശ്നം? നിങ്ങളെന്താ ചെയ്യുന്നുണ്ടായിരിക്കണേ? ഒന്ന് പരിശ്രമിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളോട് ചോദിക്കാനല്ലേ പറഞ്ഞത്? കെട്ടാൻ പറഞ്ഞു അല്ല, ചോദിക്കാൻ പറഞ്ഞു. നിങ്ങൾ ചോദിക്കുക, അല്ലല്ലേ മനസ്സ് കൊടുക്കുന്നുണ്ട്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എനിക്ക് പൈസക്കാരുണ്ടായെങ്കിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട വലിയ വിലയാണ്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇവര് സ്ഥലം വാങ്ങട്ടെ, നമുക്ക് ബിൽഡിംഗ് പണിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അവര് സ്ഥലം വാങ്ങട്ടെ, നമുക്ക് ബിൽഡിംഗ് പണിതൂടെ? പറകാക്കാമരെ പറഞ്ഞൂടെ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അവിടെ ഒരു ആസ്ഥാനമാണ്. ഒരു നല്ല ലൈബ്രറി വെക്കണം. കുട്ടികൾക്ക് വായിക്കാനും പഠിക്കാനും നല്ല രീതിയിൽ ഒരു ലൈബ്രറി നമുക്ക് പണിയണം. അതിൻ്റെ അൽഹംദുലില്ലാഹ് പിന്നെ ഒരു ഓഫീസും വെച്ചോ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കൾ പോയി പഠിക്കാനും നല്ല സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്ന ഒരു ചെറിയ ബിൽഡിംഗ് പണിയണം ഇൻഷാ അല്ലാഹ്. അതിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അൽഹംദുലില്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിലൂടെ കല്ലിന് എന്താ പേരുടെ വില? ഒരിലൂടെ 300 കല്ല് ഒരു വണ്ടിക്കകത്ത് വരും. എന്തായാലും 7,500 രൂപ. ഉസ്താദെ അൽഹംദുലില്ലാഹ് ആ ബിൽഡിംഗ് പണിയുന്ന സമയത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അല്ലാഹു എനിക്ക് ആയുസ്സും ആരോഗ്യവും നൽകിയാൽ ഇൻഷാ അല്ലാഹ് ഒരു ലോഡ് കല്ല് ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. ആരെങ്കിലും ഒരാൾ? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഒരു സഹോദരൻ ആരെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാഹ് ഒരു ലോഡ് കല്ല്. ഇനി ആരാ ഉള്ളത്? രണ്ടാമതൊരു സഹോദരൻ അൽഹംദുലില്ലാഹ് ഒരു ലോഡ് കല്ല്. റഹ്മറഹീമായ പടച്ചവനെ, ധിയാരമായ അല്ലാഹ് ഒരു നാലിന്റെ മാറ്റത്തിന് വേണ്ടിയാണ് രണ്ട് സഹോദരങ്ങളോട് കല്ല് സദഖ ചെയ്യുന്ന റബ്ബേ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഇവൻ രണ്ടുപേരെയും തെരഞ്ഞെടുത്തത് നീയാ റബ്ബേ. നീ ഇവരെ കൈവിടല്ലേ രണ്ടുപേരെ. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഇവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഒരു സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാഹ്. നല്ല മരണം കൊടുക്കണേ അല്ലാഹ്. രണ്ടുപേരായി. ആരാ മൂന്നാമത്തെ ഒരാൾ? ഉസ്താദ് ഒരു ലോഡ് കല്ല്. അൽഹംദുലില്ലാഹ് മൂന്നാമതൊരു സഹോദരൻ ഒരു ലോഡ് കല്ല്. മൂന്നോട് അവിടെ ഒരാൾ കൈവക്കി. അൽഹംദുലില്ലാഹ് ഞാൻ പേര് വേണ്ട. 4 ഒരു സഹോദരൻ ഒരു ലോഡ് കല്ല്. ഇനി ഒരാൾ കൂടെ വേണം, അഞ്ചാമത്തെ ആള്. നിസ്കാരത്തിന്റെ വാർഷികമാണ്. 4 ലോഡായി, ഒരു ലോഡ് കൂടെ വേണം. അൽഹംദുലില്ലാഹ് ഉസ്താദെ 300 കല്ല് എന്റെ വക. എടാ ചങ്ങാതി, വണ്ടി ഓടിക്കുമ്പോ മൊബൈൽ ഉപയോഗിച്ച് കൊണ്ടുപോയ 2000 പോയി, ക്യാമറ കൊണ്ടുപോയി. അല്ലാഹു കാക്കുമാറാകട്ടെ. ഒരു പ്രതിഫലവും ഇല്ല. എന്നാൽ അൽഹംദുലില്ലാഹ് നിങ്ങളുടെ നാടിന്റെ വിപ്ലവത്തിന് കാരണമാകും ഈ ഒരു ബിൽഡിംഗ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈ 4 പേരെയും നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. അവർക്ക് നീ ഖൈറും ബറക്കത്തും നൽകണേ പടച്ചവനെ. അവർക്ക് നീ നല്ല മരണം കൊടുക്കണേ റഹ്മാനെ. സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. 4 ഒരാളുകൾ എനിക്ക് വേണം. അഞ്ചാമത്തെ ആളാരാ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ആ സഹോദരൻ അൽഹംദുലില്ലാഹ് 5 ഇവിടെ 6 സല്ലല്ലാഹു അലാ മുഹമ്മദ്. 6 പേരായി തമ്പുരാനെ സ്വീകരിക്കണേ റഹ്മാനെ. ഈ 2 പേരെയും നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഇവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ വദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ശിഫയാക്കണേ അല്ലാഹ്. വദരീങ്ങളുടെ സംരക്ഷണം കൊടുക്കണേ അല്ലാഹ്. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാഹ്. 6 ലോഡായി. പക്ഷേ 7 എന്ന് പറയുന്ന സംഖ്യക്ക് മഹത്വമുണ്ട്. ആ 7 ആകാശം, 7 ഭൂമി, അസ്ഹാബുൽ കഹ്ഫ് 7, ഒരു മനുഷ്യന്റെ സുജൂദിന്റെ അവയവം 7, ഒരു മനുഷ്യന്റെ മുഖത്തുള്ള ദാരം 7, ഖുർആനിന്റെ ശൈലി 7. 7ന് മഹത്വമുണ്ടെന്ന 6 പേരായി. ആരാ ഒരാൾ കൂടെ എനിക്ക് വേണം? അൽഹംദുലില്ലാഹ് ആ പൊന്നുമോൻ, ഒരു പൊന്നുമോൻ അൽഹംദുലില്ലാഹ് ഒരു ലോഡ്. ഒരു സഹോദരി 8 ഇൻഷാ അല്ലാഹ്. അച്ചങ്ങാതി ഒരു ലോഡ് 9. 10ന് മഹത്വമുണ്ട്. 10ന് ഹജ്ജ്, ദുൽഹജ്ജ് 10 അല്ലേ? മുഹറം 10, റമളാനിൽ 10 10 10 എന്ന. അൽഹംദുലില്ലാഹ് ആരാ ഒരു ലോഡ് കൂടെ വേണം? ആരാ ഒരാൾ കൂടെ? ഇൻഷാ അല്ലാഹ്
10 പേര് വേണം, ആരെങ്കിലും ഒരാൾ കൂടെ കൈവക്കണം. എന്റെ സഹോദരിമാരുടെ ഭാഗത്തേക്ക് സംഘാടകർ കടന്നു പോകണം. ഉമ്മമാരെ, നിങ്ങൾ നൊന്തു പ്രസവിച്ച മക്കൾ നല്ല മക്കളാകാൻ, ഈ നാട്ടിലെ കുട്ടികൾ മുഴുവനും ദീനീപരമുള്ള മക്കളാകാൻ നിങ്ങളുടെ ശരീരത്ത് കിടക്കുന്ന ഒരു സ്വർണം ഉപകാരപ്പെടുമെങ്കിൽ ഊരി കൊടുക്ക്. അല്ലാഹു എന്റെ ഉമ്മമാർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഒരു സഹോദരൻ 10 ലോഡ് കല്ലായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കണേ റബ്ബേ, അർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ, ഭാഗ്യവതിയാക്കണേ അല്ലാഹ്, ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാഹ്. 10 ലോഡ് കല്ല് മതിയോ? കല്ല് പോരാ, എനിക്ക് കല്ലിന്റെ ഉത്തരവാദിത്തമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ കല്ല് പിടിക്കാം, ബാക്കി നിങ്ങൾ കൊടുത്താൽ മതി. അൽഹംദുലില്ലാ. എത്ര വേണം കല്ല്? എത്ര വേണം? ചങ്ങാതി എത്ര കല്ല്? അത് എത്ര ലോഡ് കല്ല് വേണം? എന്റെ കിഡ്നി എടുക്കേണ്ടി വരും. അൽഹംദുലില്ലാ, 10 ലോഡായി. ആരാ 1 ലോഡ് കൂടെ വേണം? ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഒരാൾ കൂടെ 1 ലോഡ് കൂടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ, ഒരു നിലയെങ്കിലും നമുക്ക് പണിയണ്ടേ? താഴത്തെ ഒരിതെങ്കിലും പണിയണ്ടേ ഇൻഷാ അല്ലാഹ്? 1 ലോഡ് ആരാ? അഷ്റഫ് 2 ലോഡാ? 2 ലോഡ്. ഇതാരാ? അസീസ് 1 ലോഡ്. അൽഹംദുലില്ലാ. നൗഷാദ് 1 ലോഡ്. അൽഹംദുലില്ലാ. 4 സല്ലല്ലാഹു അലാ മുഹമ്മദ്. പടച്ച റബ്ബേ, ഒരു സഹോദരൻ 2 പേര് ഓരോ ലോഡ് വെച്ച 4 ലോഡ് കല്ലായി തമ്പുരാനെ, ഉമ്മയ്ക്ക് വേണ്ടിയാണ് തമ്പുരാനെ, സ്വീകരിക്കണേ അല്ലാഹ്, പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്, എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാഹ്, മരണം കൊടുക്കണേ അല്ലാഹ്. 14 ഒരാൾ കൂടെ. ആരോടോ 1 ലോഡ് കല്ലുകൂടെ വേണം ആരെങ്കിലും ഇൻഷാ അല്ലാഹ്. 7000 രൂപയുള്ളൂ. നല്ല മനസ്സോടുകൂടി ഒരാൾ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് സമാധാനമാണ്. ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും തിരിഞ്ഞു നോക്കാം. ഒരു പനി വന്നാൽ തീരുന്ന കാശേ ഉള്ളൂ. 1 ലോഡ് കല്ല് വേണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും ഉണ്ടോ? ഇങ്ങോട്ട് നോക്കടോ. ഉണ്ടോ? 1 ലോഡ് കല്ല് 300 കല്ല് വേണം. അൽഹംദുലില്ലാ. ആ ചങ്ങാതി ഉണ്ടോ? നേരത്തെ 1 ലോഡ് കൊടുത്തവനാണ്. സാധേ, എനിക്ക് എന്റെ മാതാപിതാക്കളെ കൂടെ കൊണ്ടുപോകണം, ഭാര്യ മക്കളും കുടുംബസമേതം. അൽഹംദുലില്ലാ. പടച്ചവനെ, ആ സഹോദരൻ അല്ലാഹുവേ നീ കബൂലാക്കണേ. അൽഹംദുലില്ലാ. 15ാമത്തെ ലോഡ് അദ്ദേഹം അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഷരീഫ് എന്ന് പറയുന്ന സഹോദരൻ 2 ലോഡ്. വേറാരെങ്കിലും? അൽഹംദുലില്ലാ. പടച്ചവനെ, ആ സഹോദരൻ 2 ലോഡായി തമ്പുരാനെ സ്വീകരിക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ഷരീഫ് എന്ന സഹോദരൻ 2 ലോഡ് സ്വീകരിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, അഫ്താലെന്ന് പറയുന്ന സഹോദരൻ 18ാമത്തെ ലോഡ് സ്വീകരിക്കണേ. ഭേദമായ പ്രതിഫലം കൊടുക്കണേ. പടച്ചവനെ, ആഖിറത്ത് നന്നാക്കണേ അല്ലാഹ്, സ്വർഗ്ഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാഹ്. 18. അൽഹംദുലില്ലാ. പടച്ചവനെ, 19ാമത്തെ ലോഡ് അല്ലാഹുവേ, ഒരു സഹോദരി ഹമീമത്തു സഅദിയ റളിയല്ലാഹു തആല അൻഹയുടെ ബറകത്ത് കൊണ്ട് ആ പെങ്ങളെയും കുടുംബത്തെയും നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ, ബറകത്ത് നൽകണേ തമ്പുരാനെ. ഒരുപാട് വേദന അനുഭവിച്ചവനാ, നീ വേദനിപ്പിക്കുന്ന റബ്ബേ, അവർക്ക് ഒരിക്കലും അല്ലാഹ് നല്ല മരണം കൊടുക്കണേ അല്ലാഹ്. 19 1 ലോഡ് കൂടായ 20 ലോഡ്. അൽഹംദുലില്ലാ. 20 ലോഡ് കല്ല് മതി ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും ഇൻഷാ അല്ലാഹ്. പ്രസിഡന്റ് തന്നെ അല്ലേ? അൽഹംദുലില്ലാ. എന്ത് പേരെന്തോ? സലാം. സലാം. അൽഹംദുലില്ലാ. 1 ലോഡ് കല്ല് ആ മുഖത്ത് കണ്ട